ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽ ഏറ്റവും ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. परमेश्वर का जो अनादि निर्णय था उसमें से एक था अपने प्रिय पुत्र को संसार में भेजे. അതിലെ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. और उसमें सबसे प्रथम और सबसे मुख्य था अपने पुत्र को संसार में भेजना. According to the eternal purpose of God, Ephesians 3:11. और परमेश्वर का उस अनंत उद्देश्य जो एफिसियों की पत्री 3:11 में है. അവൻ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം अब सनातन मनसा के अनुसार जो उसने हमारे प्रभु यीशु मसीह में की थी. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, प्रेरितों का काम 2:23 में लिखा है, തൻ്റെ മുൻനിർണയ പ്രകാരം സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും. जैसे उसने पहले से ठहराया और पहले से जाना है. അപ്പൊ അനാദി കാലം മുമ്പുള്ള ദൈവത്തിന്റെ നിർണയമാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കണമെന്നുള്ളത്. तो हमेशा से परमेश्वर का यह निर्णय था कि अपने पुत्र को संसार में भेजे. ആദ്യത്തെ തീരുമാനം, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, और पहला निर्णय जो सबसे मुख्य निर्णय है, അതിലും വലിയ ഒരു തീരുമാനവും ദൈവം എടുത്തിട്ടില്ല. और इससे बड़ी कोई भी निर्णय परमेश्वर ने नहीं लिया. നിങ്ങൾക്ക് അതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിച്ചു നോക്കാം. हम उसके बारे में अच्छे से विचार करेंगे. മറ്റേതെങ്കിലും തീരുമാനം ദൈവം ഇതിലും വലുതായിട്ട് എടുത്തിട്ടുണ്ടോ? क्या और कोई ऐसा निर्णय वो है जो मसीह ने इससे बड़ा लिया है? ദൂതന്മാരെ സൃഷ്ടിക്കുന്നത് ഇതിലും വലിയൊരു തീരുമാനമാണോ? स्वर्गदूतों का जो सृष्टि किया, क्या इससे बड़ा निर्णय था? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഇതിലും വലിയൊരു തീരുമാനമാണോ? ये सारी सृष्टि, संसार को रचना, क्या परमेश्वर का सबसे बड़ा निर्णय था? അല്ല, മനുഷ്യൻ ഇതിലും വലുതാണോ? या मनुष्य उससे बड़ा है? ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക. परमेश्वर का अनेक निर्णयों में से पहला और सबसे मुख्य महत्व का निर्णय था अपने पुत्र को संसार में भेजना. സകലത്തിനു മുമ്പേ ദൈവം ആ തീരുമാനമെടുത്തു. सबसे प्रथम परमेश्वर ने वो निर्णय लिया. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനും മുമ്പ് ദൈവം ആ തീരുമാനമെടുത്തു. ये संसार को बनाने से और मनुष्यों का सृजन करने से पहले परमेश्वर ने निर्णय लिया. ദൈവത്തിന്റെ സമയമായപ്പോൾ जब परमेश्वर का समय हुआ, തന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു. अपना पुत्र इस संसार में आया. വചനം ജഡമായി തീർന്നു. वचन शरीर बना. അത് കേൾക്കാൻ വളരെ എളുപ്പമാണ്. वो सुनने के लिए बहुत आसान है, അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തി വളരെ ആഴത്തിലുള്ളതാണ്. लेकिन उसके पीछे परमेश्वर का बहुत ही गहरा कार्य है. അവൻ തന്നെ ശൂന്യമാക്കി. उसने अपने आप को शून्य बना दिया. തന്റെ ഒരു വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ച ദൈവം, जिसने अपने एक वचन से सब कुछ सृजा है. ദൈവപുത്രനായ യേശുക്രിസ്തു തന്റെ ഒരു വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ചു. परमेश्वर का पुत्र यीशु मसीह ने अपने एक लफ्ज, एक वचन से सब कुछ सृजा. അങ്ങനെ തന്നെ ഒരു വചനത്താൽ തന്നെ ശൂന്യമാക്കി കാണും. और उसी तरह से अपने एक वचन से अपने आप को भी शून्य किया होगा. ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നു. मनुष्य वेश लेकर संसार में आया. എത്ര ശൂന്യമാക്കിയാലും ദൈവം തന്നെയാണ്. कितना भी अपने आप को शून्य कर दे, वो परमेश्वर ही है. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി നമ്മുടെ ഇടയിൽ ജീവിച്ചു. पूर्ण परमेश्वर और पूर्ण मनुष्य बनकर हमारे बीच में रहा. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. उसमें जीवन था, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. और वो जीवन मनुष्यों का ज्योति था. കാൽവരി ക്രൂശിൽ ആ ജീവൻ നമുക്ക് വേണ്ടി ഒഴിച്ചു തന്നു. कालवरी के सलीब पर वो जीवन हमारे लिए बहा कर दिया. എല്ലാം നമുക്ക് വേണ്ടി ഒഴിച്ചു തന്നു. सब कुछ हमारे लिए बहा दिया. മൊത്തത്തിൽ നമുക്ക് വേണ്ടി തന്നു. पूर्ण रूप से हमारे लिए सौंप दिया. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിന്റെ പിൻപിലുള്ള ഏക ലക്ഷ്യം ക്രൂശിൽ മരിക്കുക എന്നുള്ളതാണ്. इस संसार में मनुष्य रूप लेकर जन्म लेने का एकमात्र उद्देश्य सलीब पर मरना था. അതിനുവേണ്ടിയായി ചെയ്തതല്ല. और उसी लिए ये सब कुछ किया. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. हमारी सबसे बड़ी समस्या मृत्यु है. അതിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ और उसमें से हमें बचाने के लिए ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. परमेश्वर ने अपने पुत्र को इस संसार में भेजा. ഈ ലോകത്തിൽ വന്നത് ക്രൂശിൽ മരിക്കാൻ വേണ്ടി മാത്രമാണ്. और संसार में जो यीशु आया मात्र सलीब पर मरने के लिए. യോഹന്നാൻ, സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. यूहन्ना बपतिस्मा ने यीशु को देखकर इस तरह से कहा, देखो वो मेमना जो संसार के पाप को उठाता है. ക്രൂശിൽ മരിക്കാൻ വേണ്ടി തന്റെ ജീവനെ അർപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന
ദൈവപുത്രനായ ക്രിസ്തു. सलीब पर अपने आप को सौंप देने के लिए, मरने के लिए अपने आप को पूर्ण तरह से दिया हुआ मसीह. ഒരു വാക്യം വായിക്കാം നമുക്ക്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം. लूका 12 उसका 50 पढ़ेंगे. സ്നാനമൊക്കെ, വെള്ളത്തിലുള്ള സ്നാനമൊക്കെ ഏറ്റു കഴിഞ്ഞിട്ടാണ് ഈ ഭാഗം വരുന്നത്. 12-ാം അധ്യായം एक बपतिस्मा जो पानी का बपतिस्मा होने के बाद ये 12वें आयत में आया है. 12-ാം അധ്യായം 50-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 12 का 50 और एक बार पढ़े. എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്. और जब तक वह ना हो ले तब तक मैं कैसे व्यथा में रहूंगा. യാ, ക്രൂശിലെ മരണം, അതാ ഈ വാക്യത്തിന്റെ അർത്ഥം. सलीब का मृत्यु इस आयत का अर्थ है. കഷ്ടതയുടെ, വേദനയുടെ ഒരു സ്നാനം. कष्ट और क्लेश का एक बपतिस्मा, എ ബാപ്റ്റിസം ഓഫ് ഗ്രേറ്റ് സഫറിംഗ്. और बहुत बड़ी पीड़ा का या कष्ट सहने का एक स्नान. എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്. मुझे एक बपतिस्मा लेना है, അത് കഴിയുവോളം और जब तक वो समाप्त नहीं होता ഞാൻ എത്ര ബന്ധപ്പെടുന്നു, मैं कितना कराता हूँ, എനിക്ക് തിടുക്കമുണ്ട്, और मुझे जल्दी है, ഞാൻ വളരെ ഞെരുങ്ങുന്നു. और मैं बहुत कराता हूँ. ഞാൻ അതിനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. मैं इसीलिए संसार में आया हूँ. ലോകത്തിൽ വന്നതിന്റെ ഏക ലക്ഷ്യം അതാണ്. संसार में आने का एकमात्र लक्ष्य यही है, അതിന് മാത്രമാണ് വചനം ജഡമായി തീർന്നത്. और केवल इसीलिए वचन देह बना. കാരണം അതിനാൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. केवल इसी से हमें जीवन आएगा. അങ്ങനെ വചനം ജഡമായി തീർന്നു. इस तरह से वचन देवदारू हो गया, നമ്മുടെ ഇടയിൽ പാർത്തു. हमारे बीच में रहा. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. एकमात्र मकसद था, മനുഷ്യർ തിരിച്ചറിയണം ഇത് ദൈവപുത്രനാണെന്ന്. मनुष्य को पहचानना है ये परमेश्वर का पुत्र है, ദൈവമാണ് അയച്ചതെന്ന് തിരിച്ചറിയണം. परमेश्वर ने भेजा है ये पहचानना है. അത്രയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ और इतना अगर पहचान ले, ഈ യാഗം നല്ല ഭംഗിയായിട്ട് അർപ്പിക്കാൻ പറ്റും. ये बलिदान बहुत अच्छे से कर सकते हैं. അപ്പൊ 3.5 വർഷത്തെ ശുശ്രൂഷ ഇതിനു വേണ്ടി മാത്രമാണ്. 3.5 साल की सेवकाई केवल इसी के लिए था. എല്ലാ ഉപമയും അത്ഭുതവും എല്ലാ പഠിപ്പീരും ഇതിനു വേണ്ടി മാത്രമായിരുന്നു. सारा दृष्टांत, सारे नमूने, सारे चमत्कार जो भी सिखाया सब इसी के कारण था. ഒറ്റ ലക്ഷ്യം, एकमात्र लक्ष्य ദൈവപുത്രനാണെന്ന് ജനം അറിയണം. परमेश्वर का पुत्र है ये लोग जानने पाए, ദൈവം അയച്ചതാണെന്ന് അറിയണം. परमेश्वर ने भेजा है ये जान ले, അറിഞ്ഞ് കർത്താവിൽ വിശ്വസിക്കണം. और जानकर यीशु मसीह में विश्वास करे, വിശ്വസിച്ചിട്ട് അവർക്ക് നിത്യജീവൻ ഉണ്ടാകും. और विश्वास करने से उन्हें अनंत जीवन मिले. അത്രയും അറിവ് വന്നു കഴിഞ്ഞാൽ और इतनी जानकारी अगर पा ले, കർത്താവിന് ക്രൂശിൽ തന്റെ ജീവനെ അർപ്പിക്കാം. मसीह सलीब पर अपना जीवन समर्पित कर सकते हैं. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യം. यूहन्ना 20 का 30 और 31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ ആ. മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. എല്ലാത്തിന്റെയും പിൻപിലുള്ള ലക്ഷ്യം ഒന്ന് മാത്രമാണ്. और इन तमाम चीजों के पीछे जो मकसद था वो एकमात्र है, ദൈവപുത്രനാണെന്ന് അറിയണം. परमेश्वर का पुत्र है वो पहचान, ദൈവം അയച്ചതാണെന്ന് അറിയണം. परमेश्वर ने भेजा है ये जान ले. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ और एक बार ये जानकारी प्राप्त करे, കർത്താവ് വന്ന ഈ ഏറ്റവും പ്രധാന ലക്ഷ്യം അത് നിറവേറ്റാൻ പറ്റും. मसीह जिस मुख्य मकसद के लिए आया था वो पूरा कर सकता है. അതിനുവേണ്ടി 3.5 വർഷം കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചു. और इसीलिए 3.5 साल तक इस संसार में सेवा किया. നിക്കോദിമോസ് മുതൽ ബർത്തിലോമായിക്ക് വരെ ബർത്തിമായിക്ക് വരെ ഇത് മനസ്സിലായപ്പോൾ निकोमोदिमोस से लेके बर्तिमाई तक जब ये समझ गए, കർത്താവിന്റെ ശുശ്രൂഷയുടെ 1-ാം ഭാഗം അവസാനിച്ചു. यीशु मसीह की सेवकाई का पहला भाग समाप्त हुआ. നിക്കോദിമോസ് സമൂഹത്തിൽ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യനാണ്. निकोदिमोस समाज में एक उन्नत व्यक्ति था, ബർത്തിമായി ഒരു ഭിക്ഷക്കാരനാണ്. और बर्तिमाई जो था एक भिक्षुक था. അങ്ങ് ഉന്നത തലം മുതൽ ഇങ്ങ് താഴെ തട്ട് വരെ ആളുകൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ जब ऊंचे श्रेणी से लेके निचले श्रेणी तक लोगों ने इसको पहचान लिया, യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ यीशु परमेश्वर का पुत्र है जब पहचान लिया, താൻ എന്തിന് ഭൂമിയിൽ വന്നോ यीशु मसीह किस लिए संसार में ആ आया, ലക്ഷ്യം നിറവേറ്റുവാനുള്ള സമയമായി. वो मकसद को पूरा करने का समय हुआ. നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, निकोदिमोस यीशु के पास आकर कहा, ഞങ്ങൾക്ക് മനസ്സിലായത് हमें जो समझा है, എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്. मतलब वो एक गुट का वो नेता है, ഈ റെപ്രസെന്റ്സ് എ വെരി ബിഗ് ഗ്രൂപ്പ്. और बहुत बड़ी एक गुट का वो नेतृत्व करता है. ഞങ്ങൾക്ക് മനസ്സിലായത് हमें समझा है
ദൈവമാണ് അങ്ങേ അയച്ചത്. परमेश्वर ने आपको भेजा है, ദൈവത്തിൽ നിന്ന് വന്നതാണ്. परमेश्वर से आए हो. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തി ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. परमेश्वर आपके साथ अगर नहीं हो तो ये जो आपने किया कोई कर नहीं सकता. അതിന്റെ കൺക്ലൂഷൻ വളരെ ലളിതമാണ്. और उसकी समाप्ति बहुत अच्छा അങ്ങ് है. ദൈവത്തിൽ നിന്ന് വന്നതാണെന്നും आप परमेश्वर से आए हो, ദൈവമാണ് അയച്ചതെന്നും परमेश्वर ने भेजा है, ദൈവം കൂടെ ഉണ്ടെന്നും ഞങ്ങൾക്ക് ബോധ്യമായി. परमेश्वर संग है, ये हम समझ लिए हैं. ഈ ഇല്ലെങ്കിൽ ഈ അത്ഭുതമൊന്നും ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. अन्यथा ये अद्भुत आप नहीं कर सकते. അതിൽ നിന്ന് പഠിക്കാവുന്ന ഒരു കാര്യം, और उससे जो हमें सबक मिलता ഒരു है, അത്ഭുതവും ശുശ്രൂഷയിൽ നടക്കുന്നില്ലെങ്കിൽ, अगर सेवकाई में कोई भी अद्भुत नहीं होता, ഒരാൾ പോലും രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ, अगर कोई उद्धार नहीं पाता, ഒരു ദൈവപ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ, कोई भी परमेश्वर का कार्य जीवन में नहीं होता, ദൈവം നമ്മുടെ കൂടെ ഇല്ലെന്ന് അതിന്റെ അർത്ഥം. परमेश्वर हमारे संग नहीं है, ये उसका मतलब है. നിക്കോദിമോസ് അത് ഏറ്റുപറയുമ്പോൾ निकोदिमोस जब इसको कबूल करता है, സമൂഹത്തിലെ ഒരു വലിയ ഗ്രൂപ്പ് ആളുകൾ അത് അറിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. समाज का एक बहुत बड़ा समूह ने वो जान लिया, ये उसका सबूत है. എരിഹോവിന്റെ പടിവാതിക്കൽ ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ यरीहो के जो द्वार पर बैठा हुआ एक भिक्षी യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ यीशु है दाऊद के पुत्र जब पुकारा, അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, उससे जो हम समझ सकते हैं, ഈ താഴെ തട്ടിലുള്ളവർക്ക് വരെ മനസ്സിലായി निचले श्रेणी के लोग भी समझ गए, വാഗ്ദത്ത സന്തതി ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നത് ഈ മശിഹായാണ്, ഈ ക്രിസ്തുവാണ്, യേശുവാണ് ഇതിലെ പോകുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായി. वायदा किया हुआ जो संतान है, दाऊद का जो संतान है, वो यीशु मसीह यहाँ से चल रहा है, वो समझ गए. അപ്പൊ അതിന്റെ സമയം അത് കംപ്ലീറ്റ് ആയി, അത് പൂർണ്ണമായി. मतलब वो समय पूरा हुआ. കാലസമ്പൂർണത വന്നപ്പോൾ, जब समय का पूर्णता हुआ, ഫുൾനെസ് ഓഫ് ടൈം, समय के पूर्णता में ദൈവപ്രവൃത്തിയുടെ സമയമായപ്പോൾ परमेश्वर का समय जब हुआ, യേശു ക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. यीशु मसीह ने अपने आप को सौंप दिया. താൻ ഈ ഭൂമിയിൽ എന്തുദ്ദേശത്തിൽ വന്നോ कौन सी उद्देश्य से संसार में आया, നിറവേറാൻ വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. वो पूरा होने के लिए अपने आप को दे दिया. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, एक ही मकसद था, ക്രൂശിൽ മരിക്കുക, सलीब पर मरना है, തന്റെ ജീവനെ ഏൽപ്പിച്ചു अपने കൊടുക്കുക. जीवन को समर्पण करना है, നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. हमें जीवन देने के लिए. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, उसमें जीवन था, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. और वो जीवन मनुष्यों का ज्योति है. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ അനുദിനവോ വളരേണമേ, കർത്താവിന്റെ ഹിതമാകുന്നുവെങ്കിൽ परमेश्वर के हित हो तो തുടർന്നുള്ള ദിവസങ്ങളിൽ आगे के दिनों में കർത്താവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ परमेश्वर के सलीब की मृत्यु के बारे में ലളിതമായിട്ടും ക്രമമായിട്ടും നമുക്ക് ധ്യാനിക്കാം. सरल रीति से और क्रम में हम विचार करेंगे. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, मैं पूर्ण रूप से विश्वास करता हूँ, ഇതിൽ കൂടെ പരിശുദ്ധാത്മാവ് इसके द्वारा पवित्र आत्मा, നിങ്ങൾക്ക് ദൈവം തന്ന തീം, परमेश्वर ने आपको दिया हुआ विषय നല്ല ഭംഗിയായി നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. सुंदर से आपको प्रकाशन करके देगा. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ इसलिए आने वाले दिनों में കർത്താവിന്റെ ക്രൂശ് മരണത്തെ मसीह के सलीब की मृत्यु को നമുക്ക് ധ്യാനിക്കാം. हम मनन करेंगे. ഞാൻ ഒന്നും കൂടെ പറയാം, मैं और एक बार बताता हूँ, ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ परमेश्वर का जो अनादि निर्णय है, ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമാണ് सबसे प्रथम और सबसे प्रमुख തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക എന്നുള്ളത്. निर्णय अपने पुत्र को इस संसार में भेजना था. അതിലും വലിയ ഒരു തീരുമാനവും इससे बड़ा कोई और निर्णय ദൈവം ഒരു നാളും എടുത്തിട്ടില്ല, परमेश्वर ने कभी भी नहीं लिया, ഇനിയോട്ട് എടുക്കത്തുമില്ല. अब लेगा भी नहीं. ആ തീരുമാനമനുസരിച്ച് उस निर्णय के आधार पर യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. यीशु मसीह संसार में आया, അത് നമ്മൾ ചിന്തിക്കാവുന്നതിലുമൊക്കെ അപ്പുറമാണ്. और हम विचार करने से परे है. എങ്ങനെ ദൈവത്തിന് ഇങ്ങനെ താഴാൻ പറ്റിയെന്നുള്ളത് ഒരു അത്ഭുതമാണ്. परमेश्वर कैसे इतना दीन हुआ, ये अद्भुत है. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. परमेश्वर से कुछ भी असंभव नहीं है. എങ്കിലും ഒരു മനുഷ്യനായിട്ട് ദൈവം വന്നു. लेकिन परमेश्वर एक मनुष्य रूप लेकर आया. നമ്മുടെയൊക്കെ പ്രത്യാശ എത്ര വലുതാ. हमारी आशा कितना बड़ा है. കാഹളനാദ ശബ്ദം കേൾക്കുമ്പോ तुरही की आवाज जब हम सुनेंगे, നമ്മൾ പറന്നുയരും. हम उड़कर जाएंगे. ഈ മാംസവും അസ്ഥിയുമൊക്കെ
ये शरीर और ये हड्डियां, ഇത് ആത്മാവായിട്ട് ആത്മീകമായിട്ട് ഉന്നത തലത്തിലേക്ക് ഉയരും. ये आत्मा बनकर आत्मीयता की ओर उड़ेगा. ഈ ജഡമയമായത് ये जो शरीर नश्वर है ആത്മീകമായ ഒരു ശരീരം പ്രാപിക്കും. एक आत्मिक शरीर को प्राप्त करेगा. അതിനുവേണ്ടി और उसके लिए ആത്മാവാകുന്ന ദൈവം आत्मा जो परमेश्वर है നമ്മെ പോലൊരു മനുഷ്യനായിട്ട് മാറി हमारे जैसा एक मनुष्य बना. എല്ലാം മാറ്റിവെച്ചു. सब कुछ हटा के रखा. ഏറ്റവും താഴ്ന്ന നിലയിൽ सबसे दीन होकर കഷ്ടം അനുഭവിക്കുന്ന ഒരു ദാസനായിട്ട് कष्ट सहने वाले दास की नाई ഈ ഭൂമിയിൽ പിറന്നു. संसार में जन्म लिया. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, एकमात्र लक्ष्य ക്രൂശിൽ മരിക്കുക. सलीब पर मरना है. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് फसह के 6 दिन पहले കർത്താവ് ബഥാനിയയിൽ വന്നു. यीशु मसीह बदानियल में आया. യോഹന്നാൻ എഴുതിയ സുവിശേഷം यूहन्ना का सुसमाचार 12-ാം അധ്യായം 12वां अध्याय 1-ാം വാക്യം. 12 का 1. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. യെസ്, यीशु फसह से 6 दिन पहले बतानिया में आया जहां लाजर था जिसे यीशु ने मरे हुओं में से जिलाया था. അടുത്ത വാക്യം കൂടെ വായിച്ചു. അവിടെ അവനൊരു അത്താഴം ഒരുക്കി. ആ. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. മാർത്ത ശുശ്രൂഷ ചെയ്തു. वहां पे मार्था ने सेवा किया മറിയ യേശുവിന്റെ കാൽക്കൽ വന്നിരുന്നു. और मरियम यीशु के पांव तले आके बैठी ലാസർ പന്തിയിലിരുന്നു. और लासर भोजन के लिए അപ്പൊ बैठा. ഒരു മാറ്റവും ഇല്ല, तो कोई भी बदलावट नहीं. പണ്ടത്തെ പോലെ തന്നെ. पहले जैसा था वैसे ही. മാർത്ത അന്നും ശുശ്രൂഷയാണ്. मार्था तब भी सेवा करती थी. മറിയ എപ്പോഴും കർത്താവിന്റെ കാൽക്കലാണ്. मरिया हमेशा परमेश्वर के पांवों में बैठती है ലാസർ എവിടെയോ ഇരിപ്പുണ്ട്. और लाजर का ही तो बैठा है. ഒരു മാറ്റവും ഇല്ല. कोई बदलावट नहीं. നിങ്ങളിലും അങ്ങനെ വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. आप लोगों में भी ऐसा ज्यादा बदलावट में नहीं देखता. പിള്ളേർക്കൊക്കെ നല്ല മാറ്റമുണ്ട്. बच्चों में अच्छी बदलावट है. ഇങ്ങനെ മതി, बस इतना काफी है. ഒരു കുഴപ്പമില്ല. कोई समस्या नहीं. കർത്താവിന് അതൊക്കെ ഇഷ്ടമാണ്. मसीह को ये अच्छा लगता है. ഇതിൽ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തുമില്ല. इससे अधिक हमसे नहीं होता. വിശ്വസ്തയോടെ നിന്നാ മതി. विश्वास योग्य होकर बस रहना है. അന്നും ഇന്നും മാർത്തയ്ക്ക് ഒരു പണി തന്നെ, तब और आज मार्था का एक ही काम है. മറിയയ്ക്ക് ഒരു പണി തന്നെ. मरियम का भी वही काम है. അവരവരെ ഏൽപ്പിച്ചതല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ. जो दिया है वही कर सकते हैं ना. അത് വിശ്വസ്തയോടെ അങ്ങ് ചെയ്താൽ മതി. वो विश्वास योग्यता से करो. ഇത് കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിലായി ഈ വിരുന്ന് നടക്കുന്നത്. एक कोढ़ी व्यक्ति जिसका नाम शिमयोन है उसके घर में ये है. മേ ബി അവരുടെ ഫാദർ ആയിരിക്കും അത്. हो सकता है उनका पिता हो. ശ്രദ്ധിച്ച് പഠിച്ചു നോക്കണം. ध्यान से पढ़ना. വെറുതെ കേട്ടാൽ പറ്റത്തില്ല, यूं ही नहीं सुनना. ആഴത്തിലൊന്ന് പഠിച്ചു നോക്കണം. गहराई से इसको सीखना. എന്തായാലും അതവിടെ നിൽക്കട്ടെ. उसको वहां रहने दो. നമ്മുടെ പ്രധാന സംഭവം അതൊന്നും അല്ലല്ലോ. हमारा विशेष विषय वो नहीं है. അവിടെ ഇരിക്കുമ്പോൾ जब वहां बैठे थे മറിയ मरियम, തന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വിലയേറിയത് उसके हाथ में जो सबसे बहुमूल्य था കൊണ്ടുവന്ന് പൊട്ടിച്ച് കർത്താവിന്റെ കാൽക്കൽ ഒഴിച്ചു. वो लाकर तोड़कर यीशु मसीह के पांव तले डाल ആ दिया. വീട് മുഴുവൻ അതിന്റെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. और पूरे घर में उसका सुगंध भर गया. എല്ലാവരും ശ്രദ്ധിച്ചു. सब लोगों ने ध्यान दिया. ഭയങ്കര വഴക്കുണ്ടായി. बहुत लड़ाई हुई. യൂദ മാത്രമല്ല, ശിഷ്യന്മാരെല്ലാം കൂടെ കൂടി. केवल यूदा ही नहीं, सारे चेले साथ मिल गए, അത്രമാത്രം അത് കോസ്റ്റ്ലി ആയിരുന്നു. क्योंकि उतना वो महंगा था. ഈ ഫ്യൂണറൽ സർവീസിനൊക്കെ പോകുമ്പോൾ और जब कभी हम लोग अंतिम संस्कार को जाते हैं, ആളുകൾ ഈ സ്പ്രേ ഒക്കെ അടിക്കുന്ന കണ്ടിട്ടില്ലേ? लोग स्प्रे मारते हैं, आप लोग को पता है ना. നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യൂ? हम लोग उसमें ध्यान देते हैं. അവരെന്നാന്ന് വെച്ചാൽ അവരടിക്കുന്നത്. वो क्या है वो लगाते हैं. അത് എത്ര വിലയുള്ളതാണെന്നല്ല ആരെങ്കിലും നോക്കൂ. और उसका कीमत क्या है कोई देखता ഇതിപ്പോ ഒരു है. വിഷയമാകാനുള്ള കാരണം लेकिन यहाँ पर ये विषय क्यों हुआ? ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയത്. क्योंकि ये बहुत ही बहुमूल्य था. ഒരു ബോട്ടണിയുടെ പ്രൊഫസർ എന്നോട് പറഞ്ഞത്, एक बॉटनी का प्रोफेसर ने मुझसे कहा, ഇത് ഹിമാലയത്തിൽ മാത്രം വളരുന്ന केवल हिमालयों में बढ़ने वाला ജെറ്റ് മാൻസി എന്ന് പറഞ്ഞൊരു ഹെർബിൽ നിന്നുണ്ടാക്കുന്നതാണ്. जटमानसी नामक एक जड़ी बूटी से बनता है. അതിന് ജഡമാംസി എന്ന് പറയുന്ന മലയാളം വാക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. और उसे जड़मांसी नाम का मलयालम शब्द से कोई भी अर्थ लेना देना नहीं है. ഇന്നാൾ ആരോ എവിടോ പ്രസംഗിക്കുന്ന കേട്ട് മനുഷ്യ ശരീരത്തിൽ നിന്നുണ്ടാക്കുന്ന. किसी दिन किसी ने प्रचार करते सुना मनुष्य के शरीर से इसको बनाया गया है. ബൈബിളിൽ ഒന്നും അറിയത്തില്ലെങ്കിൽ ഭയങ്കര എളുപ്പമാണ് പ്രസംഗിക്കാൻ. बाइबल का कुछ पता नहीं है तो प्रचार करना बहुत आसान है. ചിലപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. कभी कभी मुझे भी ऐसा लगता है. ഭയങ്കര എക്സ്പെൻസീവാ, ഭയങ്കര കോസ്റ്റ്ലിയാ. बहुत बहुमूल्य है, बहुत कीमती का है. എൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്യുന്ന ഒരാളുണ്ട്.
आपके साथ सेवा करने वाले एक व्यक्ति है, എപ്പോഴും ബാഗിൽ ഒരു സ്പ്രേ, ഒരു പെർഫ്യൂം കാണും. हमेशा बैग में एक परफ्यूम, एक शीशी चाहिए, എപ്പോഴും എടുത്ത് ഉപയോഗിക്കും. हर समय इस्तेमाल करते हैं. അപ്പൊ എന്റെ ഒരു വിലയിരുത്തല്, और मेरा जो एक मूल्यांकन है, കുളിക്കാത്തോണ്ടായി ഇവൻ ഇങ്ങനെ എപ്പോഴും അടിക്കുന്നതാണ് എന്റെ ഒരു വിചാരം. ये नहाता नहीं है इसलिए हमेशा इसका इस्तेमाल ഞാൻ करता है, ലീസ്റ്റ് ബോധേഡ് അതിനെ പറ്റി. क्योंकि मैं इसके बारे में विचार नहीं ഞാൻ करता. ഇന്ന് വരെ അതിന്റെ എപ്പോഴും ഫുൾ ടൈം അവനത് ഉപയോഗിക്കും. हर समय वो उसका इस्तेमाल करता ഇപ്പൊ है. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു 3 തവണ അദ്ദേഹം അത് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. और इस तरह अनुवाद करते समय 3 बार वो स्प्रे मारेगा, ഐ എം ലീസ്റ്റ് ബോധേഡ്. लेकिन मुझे उसकी कोई परवाह नहीं. എത്ര രൂപയുടെ സാധന, कितने का ഇത് എന്തോരം വേണം എന്നും ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ या हर रोज ऐसा इस्तेमाल करने तो कितना चाहिए. ആരാ ഇതിനെ പറ്റിയൊക്കെ കെയർ ചെയ്യുന്നേ? कौन इसके बारे में परवाह करता है? ഇവിടെ മേരി വന്നൊരു പെർഫ്യൂം കർത്താവിന്റെ കാൽക്കൽ പൊട്ടിച്ചൊഴിച്ചു. या फिर मरियम ने आके एक इत्र का शीशा परमेश्वर के पैर पर डाल दिया. അത് ഇത്രയും വിഷയമായുള്ള കാര്യം എന്നാ? वो इतना बड़ा विषय क्यों बना? ഭയങ്കര കോസ്റ്റ്ലിയാ, बहुत कीमती था, ഭയങ്കര എക്സ്പെൻസീവ്. बहुत बहुमूल्य था. എനിക്ക് തോന്നുന്നില്ല നിങ്ങളാരും ഇത്രയും വില കൂടിയ ഒരു സാധനം നിങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. मुझे नहीं लगता आप लोग में से किसी को भी इतना महंगा आप खरीद भी सकते हो. എന്നാ നിങ്ങൾ ഇന്ന് രാത്രി കേൾക്കുന്നത്, लेकिन आज रात आप जो सुनते हैं, അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും വിലയേറിയത് അവൾ കർത്താവിന് കൊണ്ട് കൊടുത്തു. उसके हाथ में जो सबसे बहुमूल्य था वो उसने यीशु को दे दिया. നിങ്ങൾ കൊടുക്കുവോ? क्या आप देंगे? ചോദിച്ചാൽ വിഷമം തോന്നുമായിരിക്കും അല്ലേ? पूछने से दुख होता है. എടാ മക്കളെയൊക്കെ കൊടുക്കുവോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട്? बच्चों को देंगे परमेश्वर की सेवा के लिए? അങ്ങനെ ചോദിക്കണ്ട അല്ലേ? ऐसा मत पूछो. ലാസർ മരിച്ചിട്ട് പോലും അവളിത് പൊട്ടിച്ച് ലാസറിന്റെ ശരീരത്തിൽ ഒഴിച്ചില്ല. लासर जब मरा था उस समय में भी इस इत्र को तोड़कर लासर के शव के ऊपर नहीं लगाया. ആർക്കും കൊടുക്കാത്തത് जो किसी को नहीं दिया അവൾ കർത്താവിന് കൊടുത്തു. उसने यीशु को दिया. അങ്ങനെ വല്ലോ നിങ്ങളുടെ കയ്യിലുണ്ടോ ऐसा कुछ तुम्हारे पास है കൊടുക്കാൻ? देने के लिए? പൈസയുടെ കാര്യമൊന്നും പറയരുത്, पैसे के बारे में नहीं बोलना, അതിനൊന്നും ഒരു വിലയില്ല. उसका कोई मूल्य नहीं है. ഏറ്റവും വിലയേറിയത് സ്നേഹമാണ്. सबसे बहुमूल्य प्रेम है. ആർക്കും കൊടുക്കാത്തത് കർത്താവിന് കൊടുക്കാനുണ്ടോ വിലയേറിയത്? जो किसी को दे नहीं सकते, नहीं दिया है, वो बहुमूल्य चीज प्रभु को देने के लिए है. തന്നെ ശാന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. आराम से विचार करो. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ഇവള് ഇതിങ്ങനെ കൊണ്ട് കൊടുക്കാനുള്ള കാര്യം എന്നാ? और इसने क्यों ऐसा जाकर दिया? ഒന്ന്, നമ്പർ 1, सबसे प्रथम അവൾക്കറിയാം ഇത് ദൈവപുത്രനാണ്. वो जानती थी ये परमेश्वर का पुत्र है. അവൾക്കറിയാം ഇത് ദൈവമാണ്. वो जानती है ये परमेश्वर है. അതാണ് ഒന്നാമത്തെ കാരണം. ये सबसे प्रथम कारण. 2, दूसरा, ഈ വിരുന്ന് ഇപ്പം നടക്കുന്നതിന്റെ കാരണം ये भोजन जो अब चल रहा है उसका कारण ഈ കർത്താവ് ഉള്ളത് കൊണ്ടാ. यीशु मसीह है, इस कारण से है. ഇല്ലെങ്കിൽ ഇതൊരു വിലാപ വീടായിരുന്നു. नहीं तो वहां पर विलाप या रोना ഈ होता. ആനന്ദവും ഈ സന്തോഷവും ഒക്കെ നടക്കുന്നതിന്റെ ഏക കാരണം ये आनंद और ये खुशी मनाने का कारण ഈ കർത്താവ് ഉള്ളത് കൊണ്ട് മാത്രാ. ये यीशु मसीह है, इसीलिए है. അതുകൊണ്ട് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന വിലയേറിയത് അവൾ കർത്താവിന് കൊണ്ട് കൊടുത്തു. और इसीलिए उसके हाथ में जो सबसे बहुमूल्य था वो यीशु को दे दिया. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? मैंने जो कहा कि आप समझे हो. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഇന്നൊരു വിലാപ വീടായി തീർന്നേനെ. नहीं तो आपका घर भी आज शौक बनाने का घर होता. ഞാൻ പറയുന്ന ആൾക്കത് മനസ്സിലായല്ലോ അല്ലേ? मैं जो किसे कह रहा हूँ वो समझ गए ना. ഈ കർത്താവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ये परमेश्वर है, इसीलिए ഇന്ന് രാത്രി സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു. आज रात काल आनंद के साथ और समाधान के साथ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരു വിലാപ ഭവനമായി തീർന്നേനെ. नहीं तो तुम्हारा परिवार जो है वहाँ शौक मनाया നിങ്ങളുടെ जाता. ആയുസ്സിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. तुम्हारे आयु में तुम कभी खत्म नहीं कर सकते ऐसा ഇന്ന് दुख तुम्हारा होता. സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം കർത്താവ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. आज आनंद से यहाँ बैठने का कारण मसीह का कारण है. അതുകൊണ്ടാ അവള് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിലയേറിയത് കൊണ്ട് പൊട്ടിച്ചൊഴിച്ചത്. इसीलिए उसने अपने हाथ का सबसे बहुमूल्य चीज को मसीह के पांव में ആരെന്ത് तोड़ दिया. പറഞ്ഞാലും ഏത് രീതിയിൽ കുറ്റപ്പെടുത്തിയാലും എനിക്കുള്ളതിൽ ഏറ്റവും നല്ലത് എന്റെ കർത്താവിന്. कोई भी कुछ भी बोले, कोई भी दोष लगाए, मेरा सबसे उत्तम चीज मसीह के लिए. മൈ ബെസ്റ്റ് ടു മൈ ലോർഡ്. मेरा अति उत्तम मेरे मसीह के लिए. നിങ്ങൾ കൊടുക്കുവോ? क्या तुम दोगे? നിങ്ങൾ ചുമ്മായിരുന്നു തലയാട്ട്, നിങ്ങൾ ആരും കൊടുക്കത്തൊന്നുമില്ല. तुम यूं ही बैठ के सिर लाओगे लेकिन देंगे कुछ नहीं. നിങ്ങൾ കൊടുക്കുവോ? क्या तुम देंगे?
നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ സമ്പത്തെല്ലാം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കല്ലേ കൊടുക്കുന്നത്? तुम्हारे समय के बाद तुम्हारे जितने भी संपत्ति है वो बच्चों को देते हैं ना? കർത്താവിൻ്റെ വിലയ്ക്ക് കൊടുക്കും. मसीह की सेवा के लिए देते हो क्या? പിന്നെ അങ്ങനെ വെറുതെ വിഷമിപ്പിക്കണ്ട അല്ലേ നിങ്ങളെ. तो यूं ही हमें दुखी मत बनाओ. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കർത്താവിന് കൊടുക്കൂ. आपका उत्तम क्या हम मसीह को देंगे? കർത്താവിനല്ലാതെ പിന്നെ ആർക്കാ കൊടുക്കുന്നേ? मसीह को नहीं तो और किसे देंगे? ശാന്തമായിട്ട് ചിന്തിക്കണം. शांति से इसको विचार करना. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. जीवन में बदलावट होना है. പാട്ടും പ്രസംഗമൊക്കെ എളുപ്പമാണ്. गीत और प्रचार आसान है, ഇതിനപ്പുറം ഒരു ആത്മീക അനുഭവം ഉണ്ടാവണം. लेकिन इसके आगे इससे बढ़कर एक आत्मिक अनुभव होना है. അബ്രഹാമിനോട് ദൈവം നല്ല വാർദ്ധക്യത്തിൽ പറഞ്ഞു, अब्राहम को उसकी अच्छी आयु में मसीह ने कहा, നിന്റെ ഏറ്റവും ബെസ്റ്റ് എനിക്കിങ്ങ് തന്നേരെന്ന് പറഞ്ഞു. तेरा सबसे उत्तम मुझे दे दे. അന്നേരം ഇസ്ഹാക്കിന് എന്നാ പ്രായമുണ്ട്? इसहाक का उम्र क्या है? വേഗം ഒന്ന് പറ, സമയം പോകും. 12. ആ ഓക്കെ, കേട്ടു. ആരാണ്ട് 30 എന്ന് പറഞ്ഞാലും അത് നിങ്ങൾ തമ്മിലൊരു ധാരണയിലായിക്കോണം. 12. അബ്രഹാം തൻ്റെ ഏറ്റവും നല്ലതിനെ യാഗം കഴിപ്പാൻ വേണ്ടി കൊണ്ടുപോയി. अब्राहम ने अपना सबसे उत्तम जो है बलि चढ़ाने के लिए ले गया. നിങ്ങളുടെ ഈ അറിവൊക്കെ തെറ്റാണ്. तुम्हारी ये जानकारी सब गलत है. നിങ്ങളുടെ പലരുടെയും വിചാരം അബ്രഹാമിന് ഈ ആട് കയറി വരുന്നതൊക്കെ അറിയായിരുന്നു എന്നൊക്കെയാ. आप लोग विचार करते हैं कि ये मेंढ वहां पर आने वाला था, ये आप लोग जानते थे. അവിടെ ഒരു ആട് കിടപ്പുണ്ടായിരുന്നു എന്നൊക്കെ അബ്രഹാമിന് അറിയായിരുന്നു എന്നാ പലരുടെയും വിചാരം. कई लोग विचार करते हैं कि वहां पर एक बकरी था, ये अब्राहम जानता था. ചുമ്മാ അബ്രഹാമിനൊന്നും അറിയത്തില്ല. कुछ नहीं, अब्राहम नहीं जानता था. അബ്രഹാം ഇസാക്കിനെ കൊല്ലാൻ തന്നെ കൊണ്ടുപോയി. अब्राहम इसहाक को मारने के लिए ले അവൻ ആ गया കത്തി എടുത്ത് ഉയർത്തി. और उसने छुरा लेकर उठाया. ദൂതൻ അവിടെ അവനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ और स्वर्गदूत ने अगर उसको बुलाया नहीं होता കൊന്നേനെയായിരുന്നു. तो उसको काट देता. നിങ്ങളുടെ അറിവൊക്കെ വെറുതെയാ. आप लोग की जानकारी खाली है. അബ്രഹാം അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ अब्राहम अगर ऐसे करता അതിന്റെ ബാക്കി എന്താകുമായിരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. और उसके आगे क्या होगा कोई नहीं बता सकता. ചാരത്തിൽ നിന്നൊക്കെ ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിച്ച് കിട്ടുമെന്നൊക്കെ എബ്രായ ലേഖനത്തിൽ കിടപ്പുണ്ട്. इब्रानी की पत्री में लिखा है कि उस ऐश में से भी परमेश्वर उसको उठा सकता था. പക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ लेकिन अगर ऐसा होता അത് വലിയ ദുഃഖമായി മാറിയേനെ. बहुत दुख हो जाता. എങ്കിലും लेकिन ദൈവം ചോദിച്ചു, यीशु मसीह ने परमेश्वर ने തനിക്ക് पूछा, ഉണ്ടായിരുന്ന ഏറ്റവും നല്ലത് तेरा जो सबसे उत्तम है അബ്രഹാം ദൈവത്തിന് കൊടുത്തു. अब्राहम ने परमेश्वर को दिया. പക്ഷെ ദൈവം അത് സമ്മതിച്ചില്ല. लेकिन परमेश्वर ने नहीं माना. ദൈവം പറഞ്ഞു അത് വേണ്ട, परमेश्वर ने कहा वो नहीं നീ चाहिए, അത് ചെയ്യണ്ട, तू वो मत कर, നിന്നെ കൊണ്ടത് പറ്റില്ല, तुझसे वो नहीं होगा, നിനക്കത് താങ്ങാൻ പറ്റത്തില്ല. तुझसे वो मुलाकात नहीं होगा. ദൈവം അത് വേണ്ടെന്ന് പറഞ്ഞു. परमेश्वर ने कहा नहीं चाहिए. എങ്കിലും അവന്റെ മനസ്സ് വലുതായിരുന്നു. लेकिन उसका मन बहुत बड़ा അവിടെ था. എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെ, वहां पर एक आयत ऐसा लिखा അബ്രഹാമേ നീ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്, अब्राहम क्योंकि तूने अपने बच्चे को मुझे देने के लिए नहीं रख छोड़ा, നീ എന്നെ വാസ്തവമായും ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. तो मुझे सचमुच मेरा डर भय मानता है, मैंने जान लिया है. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും നല്ലതിനെ ആ ദൈവത്തിന് കൊടുത്തു. उसके हाथ में जो सबसे उत्तम था वो परमेश्वर के हाथों में दिया. ദൈവം തന്റെ ഏറ്റവും ബെസ്റ്റിനെയാ നമുക്ക് വേണ്ടി തന്നു. परमेश्वर ने भी अपना सबसे उत्तम हमारे लिए दिया. തന്റെ ഏകജാതനായ പുത്രനെ अपने एकलौते पुत्र को നമുക്ക് വേണ്ടി തന്നു. हमारे लिए दिया. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി തന്നു. पवित्र आत्मा हमारे लिए दिया. ഇനി വേറെ ഒന്നുമില്ല. अब और कुछ नहीं है. ഇനിയുള്ളത് പിതാവ് തന്നെ. अब जो है वो पिता मात्र है. ഒരല്പം കഴിയുമ്പോൾ പിതാവും കൂടെ ഇറങ്ങി വരും. और कुछ समय बाद वो पिता भी ദൈവം उतर തന്റെ आएगा. ഏറ്റവും ബെസ്റ്റിനെ നമുക്ക് വേണ്ടി തന്നു. परमेश्वर ने अपना सबसे उत्तम हमको दिया है. നമ്മളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. हमें भी बिल्कुल वैसा ही करना है. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ. हमारा सबसे उत्तम हम स्वयं है. നമ്മുടെ സ്നേഹമാ, हमारा प्रेम है, അത് കർത്താവിന് കൊടുക്കണം. वो मसीह को देना है. ഭാവിയിൽ പ്രധാനിയായിരുന്നയെന്നെ രക്ഷിപ്പാൻ, ഭാവിയിൽ പ്രധാനിയായിരുന്നയെന്നെ രക്ഷിപ്പാൻ, ശാപമൃത്യു ഏറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ശാപമൃത്യു ഏറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ഇത്ര സ്നേഹം, मित्र स्नेह, ഇത്ര സ്നേഹം യേറിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം
എരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. ദൈവത്തെ സ്നേഹിക്കണം. परमेश्वर को प्रेम करना നിങ്ങളുടെ മക്കളെക്കാൾ അധികം, अपने बच्चों से अधिक, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും അധികം, अपने परिवार में पति पत्नी से बढ़कर, നിങ്ങളെക്കാൾ അധികം अपने आप से बढ़कर നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. परमेश्वर से प्रेम करना. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. मैं अधिक इसको विवरण नहीं करता, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, लेकिन एक बात मैं बताता हूँ, നിങ്ങളെ കൊണ്ട് പ്രായോഗികമായിട്ട് അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളത്. आप लोगों से व्यवहारिक तौर पर ये नहीं हो रहा, എന്നെ കൊണ്ടും मुझसे भी ഇതൊന്നും പോരാ, इतना काफी नहीं है, അതിനൊന്നും ഒരു അളവില്ല. उसका कोई मात्रा नहीं है. ദൈവത്തെ സ്നേഹിക്കണം परमेश्वर से प्रेम करना മറ്റെല്ലാറ്റേക്കാളും അധികമായിട്ട്. बाकी सारी चीजों से अधिक. നമ്മുടെ വിചാരം നമ്മൾ ഈ ശുശ്രൂഷിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. हम विचार करते हैं कि जो सेवकाई हम करते हैं वो परमेश्वर का प्रेम का प्रकटीकरण है. അതൊക്കെ ശരിയാ ഒരു പരിധി വരെ. वो कुछ हद तक सही है, പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയല്ല. लेकिन प्रेम का जो प्रकटीकरण है वो ऐसा नहीं है, അതിന് ഇതിനേക്കാൾ ആഴത്തിലുള്ള വഴികളുണ്ട്. और उससे इससे भी गहरा मार्ग है. അത് നിങ്ങൾ അറിയണം. वो जानना है, ദൈവത്തെ സ്നേഹിക്കണം. परमेश्वर से प्रेम करना. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. परमेश्वर ने अपने पुत्र को हमारे लिए दिया. എടാ മക്കളെ കൊടുക്കണമെന്നൊന്നും അല്ല ഞാൻ പറയണേ, मैं ये नहीं कह रहा अपने बच्चों को दो, അതൊന്നും അല്ല, वो कुछ नहीं है. അതൊന്നും അല്ല ഈ പറഞ്ഞു വരുന്നത്. मैं जो कह रहा हूँ ये कुछ नहीं है. അതിനേക്കാട്ടിലൊക്കെ ആഴത്തിൽ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. उससे भी कहीं गहराई में परमेश्वर का प्रेम हमारे अंदर से आना. ആട്ടെ, യേശുക്രിസ്തു എവിടെയാ ഇരുന്നിരുന്നേ? നിത്യതയിൽ സ്വർഗത്തിൽ यीशु मसीह स्वर्ग में कहाँ बैठा था? പിതാവിൻ്റെ. ഇനി ആരോടും അത് പറയണ്ട. अब किसी से मत कहना. അടുത്ത ആള് പറ. मड़ील മടിയിൽ. ഗുഡ്. അതും ഇനിയും പറയണ്ട, വേറെ എന്തെങ്കിലും പറ. അതെനിക്കിഷ്ടപ്പെട്ടു, അതെനിക്കിഷ്ടപ്പെട്ടു. ഇനി ഇതൊന്നും ശരിയല്ല, അതുകൊണ്ടാ അടുത്ത പറയാൻ പറഞ്ഞത്. എങ്കിലും നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. ये कुछ भी सही नहीं है, लेकिन जो कहा उसमें मैं खुश हूँ. എവിടെയാ യേശുക്രിസ്തു ഇരുന്നിരുന്നത്? यीशु मसीह कहाँ बैठा था? പിതാവിൻ്റെ മാർവോട് ചേർന്നായിരുന്നിരുന്നത്. पिता के सीने से लगाकर. പിതാവായ ദൈവത്തിൻ്റെ മാർവോട് ചേർന്നിരുന്ന പുത്രൻ. पिता परमेश्वर के सीने से लगकर बैठा हुआ पुत्र. അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. ये मैं समझा कर दे नहीं सकता. ഒരമ്മ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന പോലൊന്നും പറയാൻ പറ്റത്തില്ല. एक माँ अपने बच्चे को जैसे लेती है ऐसा मैं कह नहीं सकता. അതിലുമൊക്കെ ആഴത്തിലുള്ള ബന്ധമാണ്. उससे भी गहरा रिश्ता है वो. പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ पिता के गोद में बैठा हुआ एकलौता पुत्र जब हम पढ़ते हैं, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ത് ബോസം. अंग्रेजी में बॉसम लिखा है. ബോസം എന്ന് പറഞ്ഞാൽ മാർവോട്. बॉसम का मतलब है सीने से लगाया है. മാർവോട് ചേർന്നിരുന്ന പുത്രൻ. सीने के साथ लगाया ആ हुआ. ബന്ധം എത്ര ആഴത്തിലുള്ളതാ. कितना गहरा रिश्ता അത് है. ഈ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പോലത്തെ ബന്ധമൊന്നുമല്ല. ये माँ बच्चों में जो रिश्ता है അതിലൊക്കെ वो എത്രയോ नहीं. ആഴത്തിലുള്ള ബന്ധം. उससे भी कितना गहरा रिश्ता. ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രൻ जिसने कोई गलती नहीं किया, परमेश्वर का पुत्र, ദൈവത്തോട് കൂടെയായിരുന്നു, जो परमेश्वर के साथ था, ദൈവമായിരുന്നു, परमेश्वर था. ഒരു പ്രയാസവുമില്ല, कोई भी एक समस्या नहीं, ഒരല്ലലില്ലാത്ത അവസ്ഥ. कोई कमी नहीं. ऐसी അയ്യോ, अवस्था, അങ്ങനൊന്നും പറയാൻ പോലും പറ്റത്തില്ല. अरे ऐसा कह भी नहीं सकते. വേദനയില്ല, दर्द नहीं, ഒരു തരത്തിലുള്ള സങ്കടമില്ല. किसी भी प्रकार का दुख नहीं. ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല. मैं जो कहता हूँ वो सही नहीं അവിടെ है. അങ്ങനെ ഒന്നുമില്ല. वहाँ ऐसा कुछ है ही नहीं. ആ സ്ഥലത്ത് നിന്ന് उस जगह ഈ से ഭൂമിയിൽ എന്നെ തേടി വന്ന ദൈവസ്നേഹം എന്ന് പറയുന്നത് इस संसार में मेरे खोज में आया परमेश्वर का എനിക്ക് प्रेम जो explain है, ചെയ്യാവുന്നതിൽ അപ്പുറമാണ്. मैं वो समझा कर दे सकता हूँ
हूँ എനിക്ക് उससे परे है, ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. मेरे विचार उससे परे है। ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. परमेश्वर ने अपने पुत्र को हमारे लिए ആ दिया। ദൈവസ്നേഹം വലുതാ. वो परमेश्वर का प्रेम बड़ा है। നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിന്റെ കാരണം എന്നാ? आप अपने बच्चों को क्यों प्रेम करते അവര് हैं? നല്ലവരായതുകൊണ്ടാ. क्योंकि वो अच्छे हैं, നിങ്ങൾക്ക് അവരെ ഇഷ്ടമായോണ്ടാ. क्योंकि तुम्हें वो पसंद है। നിങ്ങൾ അതിന്റെ വശങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്. तुम उसकी एंगलों को तुम विचार करो। അതൊക്കെ സ്നേഹിക്കാൻ എളുപ്പമാ. वो प्रेम करना आसान है। ദൈവം നമ്മെ സ്നേഹിച്ചത് എങ്ങനാ? परमेश्वर ने हमें कैसा प्रेम നാം किया? ശത്രുക്കളായിരിക്കുമ്പോൾ, हम जब वैरी थे, നാം കൊള്ളില്ലാത്തവരായിരിക്കുമ്പോൾ, जब हम बुरे थे, നാം സാത്താന്റെ കൂടെ കൂട്ടുകൂടിയപ്പോൾ, जब हम शैतान के साथ നാം मित्रता എല്ലാ रखते थे, തരത്തിലും ദൈവത്തിന് വിരോധമായിട്ട് നിന്നപ്പോൾ, हर रीति से परमेश्वर का विरोध करते थे। ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ, परमेश्वर ने हमसे प्रेम किया जब ആ कहा जाता സ്നേഹം है, എത്ര ആഴത്തിലുള്ളതാണ്. वो प्रेम कितना गहरा है। അതിന് തിരിച്ചു കൊടുക്കേണ്ടത് പൈസയല്ല, और उसके लिए वापस हम पैसा नहीं देना, അതിന് പകരം കൊടുക്കേണ്ടത് ഭൗതികമായതൊന്നുമല്ല, और उसके लिए प्रतिक्रिया कोई आर्थिक विषय नहीं അതിന് है, പകരം കൊടുക്കേണ്ടത് സ്നേഹം തന്നെ. और उसके एवज में प्रेम देना വേറെ है। ഒന്നും കൊണ്ടും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. और किसी भी चीज से उसका भरपाई नहीं हो सकता। മറക്കരുത്, भूलना नहीं, ദൈവത്തെ സ്നേഹിക്കണം. परमेश्वर को प्रेम करना അതാണ് ഒന്നാമത്തെ കൽപ്പന. वो सबसे प्रथम आज्ञा है। അതിനപ്പുറം വേറെ ഒന്നുമില്ല. इसके अलावा और कुछ नहीं। സകലത്തെക്കാളും അധികമായി, सबसे बढ़कर, മക്കളെക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും ഒക്കെ അധികമായിട്ട് बच्चे से, परिवार से, पति पत्नी से बढ़कर ദൈവത്തെ സ്നേഹിക്കണം. उसमें दुख मत होना। ദൈവത്തെ അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ പറ്റത്തില്ല. परमेश्वर को जानना है तो पवित्र आत्मा बिना नहीं होगा। പരിശുദ്ധാത്മാവാണ് എല്ലാ കൃപയും എല്ലാം തരുന്നത്. पवित्र आत्मा सारा अनुग्रह और सब कुछ देता है, എങ്കിലും लेकिन ഇതിനകത്ത് इसके अंदर നമ്മുടേതായ हमारा സ്നേഹത്തിന്റെ ഒരു ഘടകമുണ്ട്. प्रेम का एक पहलू है, അതിനെ ജ്വലിപ്പിക്കാൻ और उसको जलाने के लिए ദൈവാത്മാവ് എല്ലാ സഹായവും ചെയ്തു തരും. परमेश्वर सारी मदद പക്ഷെ करेगा, നമ്മിൽ ഈ സ്നേഹം ഉണ്ടായിരിക്കും. लेकिन वो प्रेम हमारे अंदर होना है। കൃപയാലേ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, കൃപയാലേ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു, ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എറിവാൻ, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എറിവാൻ, മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ, മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധാരണയരുത്. मैंने जो कहा उसमें कोई गलतफहमी नहीं होना, ശ്രദ്ധിച്ച് കേൾക്കണം. ध्यान से सुनना। ദൈവമാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത്. परमेश्वर ने प्रथम हमसे प्रेम किया, പിന്നത്തേതിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. उसके बाद हमें परमेश्वर को प्रेम करना ദൈവ है। സ്നേഹം പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. परमेश्वर का प्रेम पवित्र आत्मा के द्वारा हमारे हृदयों में उंडेला गया है, പക്ഷെ അങ്ങനെ പകർന്നു കഴിയുമ്പോൾ लेकिन इस तरह से जब उंडेला जाता है, നാം ദൈവത്തെ സ്നേഹിക്കണം. हम परमेश्वर से प्रेम करना है, അതറിയണം. वो जानना है। ഇവിടെ മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെ. यहाँ मरियम के जीवन में यही हुआ। കർത്താവ് ആ കുടുംബത്തെ സ്നേഹിച്ചു. यीशु मसीह ने उस परिवार से प्रेम किया, കർത്താവ് ആ കുടുംബത്തിൽ ഒരു അത്ഭുതം ചെയ്തു. यीशु मसीह ने उस घर में एक चमत्कार किया। ഇപ്പൊ അവള് ചെയ്യുന്ന കണ്ടോ? अब देखो उसने क्या किया, അവള് കർത്താവിനെ സ്നേഹിക്കുന്നു. वो परमेश्वर से प्रेम करती है। അത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. इतना ही मैंने देखा है, അത് ചെയ്യണം. और वो करना, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു തരും. उसके लिए जो चाहिए वो प्रभु ने किया है। പരിശുദ്ധാത്മാവ് ചെയ്തു തരും. पवित्र आत्मा करके देगा, പക്ഷെ അത് കഴിയുമ്പോൾ लेकिन उसके बाद നമ്മുടെ ഉള്ളിൽ നിന്ന് हमारे अंदर से അത് ദൈവത്തിങ്കിലേക്ക് വളർന്നു വരണം. परमेश्वर की ओर वो उन्नति पाना है। ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ സ്നേഹത്തിൽ പ്രബോധിപ്പിക്കുന്നത്, आज रात काल में आप लोगों को प्रेम से जो आह्वान करता हूँ, ദൈവത്തെ ഒത്തിരി സ്നേഹിക്കണം. परमेश्वर को बहुतायत से प्रेम करना, അതിനൊരു പരിധിയൊന്നുമില്ല. और उसमें कोई सीमा नहीं है, അതിലൊത്തിരി വളരണം. उसमें बहुत बढ़ोतरी पाना।
അതെങ്ങനെയാണെന്നും കൂടെ അറിയണം. और वो कैसा है ये भी जानना. അത് വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചു തരും. आने वाले दिनों में परमेश्वर ठीक समय पर പെസഹായ്ക്ക് 2 ദിവസം മുമ്പ് फसह के 2 दिन पहले കർത്താവ് യെരുശലേമിൽ यीशु मसीह यरूशलेम में തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, अपने चेलों से कहा, പെസഹ അടുത്തു, फसह नजदीक है, എനിക്ക് നിങ്ങളോട് കൂടെ ഈ പെസഹ കഴിക്കണം. मुझे तुम्हारे साथ फसह का എനിക്ക് भोजन ഒത്തിരി करना है. ആഗ്രഹമുണ്ട്. मेरी बहुत इच्छा है. അതിന് മുമ്പൊന്നും സംഭവിക്കാൻ പാടില്ല. उसके पहले कुछ नहीं होना चाहिए. അതിന്റെ തൊട്ടടുത്ത ദിവസം और उसके अगले ही दिन ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചു, चेलों ने मसीह से पूछा, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എവിടെയാണ് ഒരുക്കേണ്ടത് പെസഹ? हम आपके लिए फसह का भोजन कहाँ तैयार करें? കർത്താവിനോട് പറഞ്ഞു, मसीह ने उनसे कहा, നിങ്ങൾ നഗരത്തിലോട്ട് ചെല്ലുമ്പോൾ तुम जब नगर में जाओगे ഒരു മനുഷ്യൻ നിങ്ങൾക്കെതിരെ വരും. एक मनुष्य तुम्हारे सामने से आएगा അവന്റെ തലയിൽ ഒരു കുടം വെള്ളം ഉണ്ടാകും. और उसके हाथों में जो है मटके का पानी होगा. തലയിലാണോ കയ്യിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവനൊരു കുടം വെള്ളം ചോദിച്ചുകൊണ്ട് വരും. सर में है, हाथ में मुझे पता नहीं, लेकिन एक मटका का पानी लेकर आएगा. അവന്റെ പുറകെ നിങ്ങൾ പോണം. उसके पीछे तुम जाना. അവൻ ഏത് വീട്ടിലാണോ കിടക്കുന്നേ, वो जिस घर में प्रवेश करेगा ആ വീട്ടുടയവനോട് उस घर के मालिक से, എന്തിനാ ഇത്രയും കോംപ്ലിക്കേഷൻ? इतनी जटिल क्यों है? ഇന്നാരുടെ വീട്ടിൽ ചെന്ന് ഒരുക്കാൻ പറഞ്ഞ പോലെ इसके घर में जाके तैयार करो बस कहना था. ബാക്കി കേട്ടാ അറിയാം, നല്ല ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നേ. लेकिन बाकी देखेंगे तो समझेंगे बहुत साफ आज्ञा दिया അവൻ है. വിരിച്ചൊരുക്കി ഒരു വൻ മാളിക കാണിച്ചു തരും. और वहां पर एक बहुत बड़ा एक कोठरी दिखाएगा. ഇത് അപ്പർ റൂമാന്നൊക്കെ അറിയാം. और ऊपरी रूम है ये पता है. ഇത് ജോണിന്റെ അപ്പർ റൂം ആണെന്നും അറിയാം. ये यूहन्ना का ऊपरी कमरा है पता है. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാൽ പോരാ. तो वो कहना था ना. ഇത്രയും അടയാളമൊക്കെ കൊടുത്ത് ക്ലൂ ഒക്കെ കൊടുത്ത് പറയേണ്ട കാര്യമുണ്ട്. इतना चिन्ह, इतना संकेत क्यों दिया? ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളം ചോദിച്ചുകൊണ്ട് വരും. ऐसा एक व्यक्ति पानी लेकर आएगा, അവന്റെ പുറകെ പോകണം. उसके पीछे जाना. അവൻ ചെല്ലുന്ന വീട്ടിൽ ആ വീട്ടുടയവനോട് ചോദിക്കണം. वो जिस घर में प्रवेश करेगा उसके मालिक से बात करना. അതിനൊരു കാരണമുണ്ട്. उसका एक कारण है, ഒരു കള്ളൻ ഈ കൂട്ടത്തിൽ നിപ്പുണ്ട്. क्योंकि एक चोर इस साथ में है അവന്റെ പോക്കറ്റിൽ 30 വെള്ളിക്കാശ് കിടപ്പുണ്ട്. और उसके पॉकेट में 30 सिक्का है. അവനൊരു തക്കം പാർത്തിരിക്കുക और वो एक समय का कोशिश में है കർത്താവിനെ പിടിക്കാൻ. मसीह को पकड़वाने के लिए. ഇപ്പൊ പിടിക്കാൻ പാടില്ല. और अब पकड़ना नहीं चाहिए, കാരണം ഈ അപ്പർ റൂമിൽ क्योंकि ये ऊपर के कमरे में വളരെ പ്രധാനപ്പെട്ട ചില ശുശ്രൂഷകൾ കൂടെ നിറവേറാനുണ്ട്. बहुत ही विशेष सेवगाई पूरा होना है. അത് കഴിഞ്ഞ് പിടിച്ചാൽ മതി. और उसके बाद ही पकड़ना है. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു അടയാളം കൊടുത്തത് ചെയ്തത്. और इसीलिए मसीह ने इस तरह से संकेत देकर किया. പത്രോസും യോഹന്നാനും പോയി അതിനുള്ള വിരുന്നിനുള്ള അത്താഴത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി. पतरस और यूहन्ना ने जाके उस फसह का भोजन का सारा तैयारी किया. സന്ധ്യയായപ്പോൾ കർത്താവും ശിഷ്യന്മാരും കൂടെ വന്നു. सांझ होने पर यीशु और अपने चेले वहां आए. ബാക്കി 10 പേരും കൂടെ വന്നു. बाकी 10 लोग भी साथ में आए, അവർ അത്താഴത്തിനിരുന്നു. भोजन के लिए बैठे. പക്ഷെ അവരുടെ ഇടയിൽ മുട്ടം വഴക്ക് നടക്കുക. लेकिन उनके बीच में लड़ाई चल रहा है. ഒരുത്തൻ വഴക്കിനില്ല. एक व्यक्ति लड़ाई के लिए नहीं है, यूदा. അവന് വേറെ പരിപാടിയാ. क्योंकि उसका दूसरा काम है. ബാക്കി 11 എണ്ണവും തമ്മിൽ മുട്ടം വഴക്ക് നടക്കുക. बाकी 11 के बीच में बड़ी लड़ाई चल रही है. കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് मसीह भोजन से खड़ा हुआ, തന്റെ വസ്ത്രം മാറ്റിവെച്ച് अपना कपड़ा अलग किया ഒരു തോർത്തെടുത്ത് ചുറ്റി और एक टॉवल लेकर बांधा. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് एक बर्तन में पानी लिया, ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുത്തു. चेलों का पांव धोकर दिया. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. मुझे बहुत अच्छा लगता है. ദൈവപുത്രൻ परमेश्वर का पुत्र, ദൈവം द परमेश्वर മനുഷ്യരുടെ കാല് കഴുകി തന്നു. मनुष्यों का पांव धोकर दिया. അതിൽ കൂടുതൽ എന്താ ചെയ്തു തരണ്ടേ? इससे अधिक क्या करना है? എന്തൊരു സ്നേഹമാ, कैसा प्रेम है, എത്തൊരു ശുശ്രൂഷയാ. कैसी सेवकाई है, എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? कैसे ये सब कर सकते हैं? എന്റെ കൂടെ പാടിക്കേ. ആമേൻ. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം പാപികളാം നരരിൽ. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം പാപികളാം നരരിൽ. നൊന്തു നൊന്തു ചങ്കുടഞ്ഞു പ്രാണൻ വെടിയുകയാ. നൊന്തു നൊന്തു ചങ്കുടഞ്ഞു പ്രാണൻ വെടിയുകയായി. കർത്താവ് അതിന് ശേഷം यीशु मसीह उसके बाद തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, अपने चेलों को कहा, നിങ്ങളുടെ കർത്താവും ഗുരുവുമാകുന്ന ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ तुम्हारा प्रभु और गुरु मैंने अगर ऐसा किया है നിങ്ങളും തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകുവീൻ.
तुम भी एक दूसरे का आपस में पाँव धोना। പല സഭകളിലും ഇങ്ങനെ കാൽ കഴുകൽ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. कई कलीसियाओं में पाँव धोने की सेवकाई को मैंने देखा है। ഒരിക്കൽ വയനാട്ടിൽ ഒരു ട്രൈബൽ ചർച്ചിൽ ഞാൻ പോയപ്പോൾ एक बार वायनाड में एक आदिवासी कलीसिया में जब मैं गया, അവിടെ കാൽ കഴുകൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു. वहां पर पाँव धोने का सेवा था ഒരു ആദിവാസി മൂപ്പന്റെ കാല് കഴുകിയത് ഞാൻ ഓർക്കുന്നുണ്ട്. और एक आदिवासी प्राचीन जो है उसका पाँव मैंने धोया, मुझे എനിക്ക് याद ഒത്തിരി है। സന്തോഷം തോന്നി. मुझे बहुत अच्छा लगा। നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രൈബൽ ആളുകളല്ല, आप लोग विचार करते वैसे आदिवासी नहीं है। വളരെ ചുരുക്കമായിട്ട് അങ്ങനത്തെ ട്രൈബ്സിനെ ഇപ്പൊ ലോകത്തിൽ കാണാൻ പറ്റത്തുള്ളൂ. बहुत ही कम ऐसे आदिवासी लोग आज दुनिया में देखे जाते हैं। അവരുടെ രൂപവും അവരുടെ വസ്ത്രവും ഒക്കെ വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. उनका रूप, उनका आकार, उनका जो वेशभूषा है बहुत अलग है। ഞാൻ അദ്ദേഹത്തിന്റെ കാല് കഴുകി കൊടുത്തു, मैंने उसका पाँव धो के दिया, അദ്ദേഹം എന്റെ കാലും കഴുകി തന്നു. उन्होंने मेरे पाँव भी धोया, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. मुझे बहुत आनंद हुआ। പക്ഷെ അതൊന്നും അല്ല ഈ പറയുന്നത്. लेकिन मैं ये नहीं कह रहा, അതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ये सब करना आसान है। നിങ്ങൾ തമ്മിൽ തമ്മിൽ കാല് കഴുകുവീൻ എന്ന് പറയുമ്പോൾ तुम लोग आपस में पाँव धो जब ये कहा जाता है, അതിനേക്കാൾ നല്ലൊരു പണി ഞാൻ പഠിപ്പിച്ചു തരാം. उससे भी एक अच्छा काम मैं सिखाता हूँ। തമ്മിൽ തമ്മിൽ ഒന്ന് കഴുകുക, आपस में धो, ഒന്ന് ശുദ്ധീകരിക്കുക. पवित्र करो। ഞാൻ സൈമൺ സാറിനെ എല്ലാ രീതിയിലും ശുദ്ധീകരിക്കട്ടെ. मैं साइमन सार को हर रीति से शुद्ध करूँ। ഞാൻ സൈമൺ സാറിനെ പറ്റി ദോഷമായതൊന്നും പറയാതിരിക്കട്ടെ. मैं उनके बारे में कुछ बुरा ना बोलूं। ആരെങ്കിലും പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഉണ്ടേ തന്നെ ഞാനത് ഒരു തരത്തിലും ആരോടും പറയാതെ വെളിപ്പെടുത്താതെ ഞാൻ സാറിനെ കഴുകട്ടെ. और अगर कोई कुछ कहता भी है तो किसी भी तरह से उसका प्रकाशन ना करे, दूसरे को ना बताए, मैं साइमन सार को पूर्ण रूप से शुद्ध करूं। അതൊക്കെയാ ഉന്നതമായ തലം. और ये बहुत उन्नत है। അല്ലാതെ ഈ കാല് പിടിച്ച് കഴുകി കൊടുക്കുന്നത് മാത്രമൊന്നുമല്ല. केवल ये पाँव धोना नहीं, കഴുകട്ടെ, धोना है, ശുദ്ധീകരിക്കട്ടെ, शुद्ध करना है ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എണ്ണട്ടെ. और सबसे उत्तम समझना है അങ്ങനെ വളരുക, और इस तरह से बढ़ना അങ്ങനെ है, ഉന്നത നിലവാരത്തിലെത്തുക. इस तरह से उन्नति में पहुंचना ഇതൊക്കെയാ है। പ്രധാനം. ये विशेष है। കർത്താവ് അത്താഴത്തിനിരുന്നു मसीह भोजन के लिए തന്റെ बैठे ശിഷ്യന്മാരുമായിട്ട്. अपने चेलों के साथ। ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. बहुत ही मुख्य दिन है। ആ മർക്കോസിന്റെ മാളികമുറിയിൽ उस मरकोस के ऊपर की कोठरी കർത്താവ് में തന്റെ 12 ശിഷ്യന്മാരുമായിട്ട് അത്താഴത്തിനിരുന്നു. यीशु मसीह अपने 12 चेलों के साथ भोजन के लिए ഇത് बैठा, പെസഹായാണ്. और ये फसह का दिन പക്ഷെ है। ഇന്ന് ഈ പെസഹ തീരും. लेकिन आज ये फसह ഇന്ന് समाप्त അതിന്റെ होगा। ലാസ്റ്റ് ദിവസമാണ്. आज उसका आखिरी दिन है। പഴയ നിയമത്തിന്റെ ലാസ്റ്റ് ദിവസമാണെന്ന്. पुराना नियम का आखिरी दिन है। പഴയ നിയമം എന്ന് പറഞ്ഞാൽ പഴയ നിയമ പുസ്തകങ്ങളുടെ അല്ല, पुराना नियम मतलब पुराना नियम किताबों का नहीं, മോശയുടെ ന്യായപ്രമാണത്തിന്റെ मूसा के न्याय का അവസാനത്തെ ദിവസമാണ്. उस नियमों का आखिरी दिन। ഇന്ന് ഈ പെസഹ ആചരിച്ചു കഴിഞ്ഞാൽ आज इस फसह के बाद ഇനി അങ്ങോട്ട് പെസഹ ഇല്ല. अब आगे फसह नहीं है। ഇന്ന് ഈ നിയമം മാറും. आज ये नियम बदलेगा। ഇനി അങ്ങോട്ട് अब आगे ഇത് തിരുവത്താഴ ശുശ്രൂഷയാണ്. ये जो है प्रभु भोज होगा, ഇത് ഹോളി കമ്മ്യൂണിയൻ ആണ്. ये पवित्र भोज ഇത് होगा, പുതിയ നിയമസഭയുടെ പുത്തൻ ശുശ്രൂഷയാണ്. नया नियम कलीसिया का नया ഇത് सेवकाई പുതിയ होगा। നിയമസഭയുടെ പുത്തൻ ഒരു ശുശ്രൂഷ ദൈവം അവർ കൊടുക്കുകയാണ്. नया नियम कलीसिया का एक नया सेवकाई कलीसिया को दिया, കർത്താവ് ഇതൊരു പ്രധാന ദിവസമാണ്. और ये बहुत ही एक मुख्य दिन है। കർത്താവ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് और मसीह उसमें प्रवेश करने से पहले കർത്താവ് പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് यीशु പറഞ്ഞു. मसीह ने कहा तुम में से एक मुझे पकड़वाएगा। നോക്ക്, ശ്രദ്ധിച്ച് കേട്ടു നോക്ക്. ध्यान से सुनो, അത് ആരാന്ന് പേര് പറയാതെ नाम ना लेते हुए നോക്ക്, ഇസ്കരിയോത്തായ യൂദായെ കഴുകുന്ന കർത്താവിനെ നോക്ക്. योदा इस्करियोत को धोने वाले मसीह को देखो, അവന് രക്ഷപ്പെടാൻ അവസരം കൊടുക്കുന്ന നോക്ക്. उसे बचने का अवसर देता है ഈ देखो। ഇരിക്കുന്ന ഒരു കള്ളനാന്ന് പറയാതെ, ये बैठा हुआ एक चोर है ना ഇവനിപ്പോ बोलते എന്നെ हुए, ഒറ്റ കൊടുക്കുമെന്ന് പറയാതെ, ये अब मुझे पकड़वाएगा ना അവൻ कहते ഒരു हुए, ചാൻസ് കൂടെ കൊടുക്കുന്നത് കണ്ടു പഠിക്കുക. उसे और एक मौका देता है, देख कर सीख लो। നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കും. तुम में से एक मुझे पकड़वाएगा। അത് ആരാകുന്നു കർത്താവേ എന്ന് അവർ ചോദിച്ചു. उन्होंने सवाल किया कि वो कौन है। ശ്രദ്ധിച്ച് കേട്ടെ. ध्यान से सुनो, കർത്താവ് പറഞ്ഞു ഞാൻ ഈ അപ്പം മുക്കി ആർക്കാണോ കൊടുക്കുന്ന അവനാന്ന് പറഞ്ഞു. मसीह ने कहा मैं ये रोटी डुबाकर जिसको दूंगा वो है। കർത്താവ് അപ്പം മുക്കി അങ്ങ് കൊടുത്തു. पर यीशु मसीह ने उसको उस रोटी को डुबाकर दिया। ഞാൻ കണ്ടില്ലേ? नहीं देखा क्या? ബാക്കിയുള്ളവരാരും बाकी लोगों ने नहीं देखा, ചുമ്മാ ഇരിക്കുന്നു എന്നുള്ളതേ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. यूं ही बैठे हैं, कुछ ध्यान नहीं दे रहे। ഒരുത്തൻ അവിടെ ഇരുന്നുകൊണ്ട് ആംഗ്യം കാണിച്ചു പത്രോസ് യോഹന്നാനോട്. एक ने यूहन्ना को इशारा किया, അത് ആരാന്നൊന്ന് ചോദിക്കടാന്ന് പറഞ്ഞു. वो कौन है जरा पूछ मसीह से। അപ്പം യോഹന്നാൻ കർത്താവിനോട് ചോദിച്ചത് ആരാ കർത്താവേ? यूहन्ना ने यीशु को पूछा कि कौन है मसीह। അപ്പൊ കർത്താവ് പറഞ്ഞു എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. उसने कहा जो मेरे साथ अब उस कटोरे में हाथ डुबाता है वही। എന്നെ കണ്ടില്ലേ? नहीं देखा, അവരൊന്നും ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന്. वो कुछ ध्यान नहीं दे रहे। ഇരിക്കുന്ന കണ്ടാ തോന്നുന്നു എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. अगर बैठने से ऐसा लगता है सब लोग ध्यान से सुन रहे हैं, ചുമ്മാ ഇരിക്കുക.
खाली बैठे हैं, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. कुछ भी ध्यान नहीं देते, ശിഷ്യന്മാരാ, चेले हैं, യാതൊന്നിനോടും ഒരു താല്പര്യമില്ല. किसी भी विषय के लिए कोई इच्छा नहीं. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, इतना नहीं, वहां पर और एक विषय लिखा है. അന്നേരം അവരുടെ ഇടയിൽ വഴക്ക് നടക്കുന്നുണ്ട്. उस समय में भी उनके बीच में लड़ाई हो रही തങ്ങളുടെ है. കൂട്ടത്തിൽ ആരെ വലിയവനായി എണ്ണണം എന്നുള്ളൊരു തർക്കം അവിടെ നടന്നുകൊണ്ടിരിക്കുക. और उनके बीच में से कौन श्रेष्ठ है इस बारे में बहस चल रहा है ഇപ്പോഴോ? इस समय. യെസ്. हाँ, കാരണം കർത്താവ് പറഞ്ഞു ഞാൻ പോവുക. मसीह ने कहा मैं जा रहा हूँ. അങ്ങനെ പോവുകയാണെങ്കിൽ और ऐसा जा रहा है അടുത്ത तो ലീഡർ ആരാന്നുള്ളൊരു പ്രശ്നം നടക്കുക. अगला नेता कौन है इसकी समस्या है. അത് ഈ 11 എണ്ണത്തിനെ ഈ കുഴപ്പമുള്ളൂ, ഒരുത്തനതില്ല. और ये 11 के बीच में है, एक में वो नहीं है. അവൻ അവിടെ ഇരുന്ന് അപ്സെറ്റ് ആയപ്പോൾ वो जब वहां पे अपसेट हुआ, കർത്താവിനോട് പറഞ്ഞു നിനക്ക് പോകണമെങ്കിൽ പോവാന്ന് പറഞ്ഞു. मसीह ने उससे कहा तुझे जाना है तो तू जा सकता അതൊക്കെ है. വളരെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ കർത്താവ് പറഞ്ഞെന്നറിയാം. और यीशु मसीह ने कितने खूबसूरती से वो कहा. അവന് ഒരുപാട് ചാൻസ് കർത്താവ് കൊടുത്തു, बहुत मौका उसको दिया, ഇനിയും കൊടുക്കും. और भी देगा. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കൊടുക്കും, गतसमने में भी उसको जगह दिया, ഒത്തിരി ചാൻസ് കൊടുക്കും. बहुत से मौका दिया, ചാൻസ് ഒരുപാട് കിട്ടും, बहुत से मौका मिलेगा, ഒന്നും കളയരുത്. लेकिन कुछ भी गवाना नहीं. ഇസ്കരിയോത്ത യൂദാ പോയി കഴിഞ്ഞപ്പോൾ इस्करियोता यूदा जाने के बाद കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, यीशु मसीह ने चेलों से कहा ഞാനൊരു പുതിയ നിയമം നിങ്ങൾക്ക് തരുന്നു. मैं एक नया नियम तुम्हें देता हूँ. ഒരു പുത്തൻ നിയമം. एक नया नियम. നിങ്ങൾ ഒത്തിരി പഠിച്ചു, आप लोगों ने बहुत सीखा, ശുശ്രൂഷയൊക്കെ പഠിച്ചു, सेवकाई को सीखा. നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ അറിയാം, अब तुम अशुद्ध आत्मा को बाहर निकाल सकते हो, രോഗികളെ സൗഖ്യമാക്കാൻ അറിയാം, बीमारों को चंगा करना जानते हो, നിങ്ങൾക്ക് അത്യാവശ്യം ദൈവവചനമൊക്കെ അറിയാം. और जितना जरूरत है उतना परमेश्वर का वचन भी जानते പക്ഷെ हैं. ഞാനൊരു പുതിയ നിയമം നിങ്ങൾക്ക് തരാം. लेकिन मैं एक नया नियम तुम्हें देता हूँ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. तुम लोग आपस में प्रेम रखना. ഇന്ന് രാത്രി അതോടെ പറഞ്ഞ് ഞാൻ നിർത്തുക. आज रात का ये बताकर मैं समाप्त करूंगा. ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം, एक परमेश्वर से प्रेम करना, എല്ലാറ്റിലും അധികമായിട്ട്. सबसे बढ़कर, ഭാര്യയെക്കാളും पत्नी से, മക്കളെക്കാളും बच्चों से, നിങ്ങൾക്കുള്ള സകലറ്റിനേക്കാളും आपके पास जो है उन सबसे बढ़कर, നിങ്ങളെക്കാളും അധികമായിട്ട് अपने आप से भी बढ़कर ദൈവത്തെ സ്നേഹിക്കണം. परमेश्वर से प्रेम करना. പണ്ട് പാവപ്പെട്ടൊരു ചെറുപ്പക്കാരനൊരു പാട്ടെഴുതി. पहले एक गरीब जवान ने ये गीत लिखा. ഗരീബല്ല, ഒരു സാധു മനുഷ്യൻ, നല്ല ഹിന്ദിയാ, ധൈര്യമായിട്ട് പറഞ്ഞു. ആ പാട്ടിൻ്റെ 2 വരി उस गीत का 2 लफ्ज ആർക്കോ ഇഷ്ടപ്പെട്ടില്ല. किसी को अच्छा नहीं लगा. അവർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. उन्होंने बहुत समस्या खड़ा किया. ഞാൻ പാടട്ടെ, मैं गाता हूँ, അവൾ വഴക്കുണ്ടാക്കരുത്. आप लोग लड़ाई नहीं करना. എൻ്റെ കൂടെ പാടാൻ പറ്റുമോ എന്ന് ഇപ്പം പാടരുത്, ആലോചിച്ച് നോക്കണം. अभी नहीं गाना, आप लोग विचार करना क्या मेरे साथ गा सकते हो. ഒറ്റ മനുഷ്യൻ കൂടെ പാടിയേക്കരുത്. कोई भी साथ में नहीं गाना. ഞാൻ ആദ്യം പാടട്ടെ, मुझे पहले गाने दो, കേട്ടിട്ട് सुनने के बाद രണ്ടാമത് ഞാൻ പാടാം, दूसरी बार मैं गाऊंगा, അന്നേരം പാടിയാൽ മതി. तब गाना. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. അതാ പ്രശ്നം ഉണ്ടാക്കിയ വരി. और ये वो पंक्ति है जिसने समस्या खड़ा किया. അങ്ങനെ പറ്റുമൊക്കെ പാടാൻ പറ്റുമോ? क्या ऐसे गा सकते हैं क्या? പാടാവുന്ന പോലെ പാടിയാ പോരെ? और जैसे गा सकते हैं वैसे गाना काफी है ना? അതൊക്കെ ഇച്ചിരി അതിശോക്തിയല്ലേ എന്നാ ചോദിച്ചു. ये थोड़ा ज्यादा हो गया. ആട്ടെ, നമുക്കൊന്ന് പാടി നോക്കാം. चलो हम गाकर देखते हैं. അല്ലേ, നമുക്ക് പാട്ടറിയാവുന്നതുകൊണ്ട് എല്ലാവരും പാടുമെന്ന് എനിക്കറിയാം. तुम सब गाना जानते हैं तो गाएंगे, मुझे पता है. ശരിയാണോ ഇത്? लेकिन क्या ये सही है? ശരിയല്ലേ ദൈവമക്കളെ? सही है ना मसीह लोगों? ദൈവത്തിന്റെ കരുണ കൊണ്ടല്ലേ നമുക്ക് ഇപ്പോഴും ജീവനുള്ളത്. परमेश्वर का अनुग्रह से हमारे में आज भी जीवन है. അല്ലെങ്കിൽ ഈ കോവിഡ് കാലത്തൊക്കെ തീർന്നു പോകത്തില്ലായിരുന്നു. नहीं तो इस कोविड के समय में समाप्त हो जाते. എത്ര എണ്ണം ഇവിടെ പടഞ്ഞു മരിച്ചു. कितने लोग यहाँ तड़प कर मर गए. ഇന്നും ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടല്ലേ. आज भी जो जीवित है परमेश्वर की करुणा അപ്പൊ है. എന്റെ ജീവനേക്കാൾ വലുതല്ലേ എന്റെ ദൈവം. मेरा जीवन से बड़ा है ना मेरा ആ परमेश्वर. ദൈവം ഉള്ളോണ്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഈ സന്തോഷത്തോടെ ഇവിടെ वो ഇരിക്കുന്നത്. परमेश्वर है इसलिए हम आनंद से यहाँ बैठे हैं ना. ഇന്ന് രാവിലെ എന്നോട് ദൈവം കൃത്യമായി പറഞ്ഞ ദൂത ഇവിടെ ഇരിക്കുന്ന ആരാണ്ടയുടെ കാര്യമാണ് ഞാൻ ഈ പറയണേ. आज सुबह परमेश्वर ने बहुत ही स्पष्ट तौर से मुझे कहा ആരുടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. किसका है मुझे नहीं പക്ഷേ ഇവിടെ पता, ഇരിപ്പുണ്ട്. लेकिन यहाँ बैठा है. നിങ്ങളുടെ കുടുംബം ഒരു വിലാപ ഭവനമായി മാറേണ്ടതായിരുന്നു. तुम्हारा परिवार में एक शौक होना था. യേശു വന്നത് കൊണ്ടാ ഇന്ന് ഈ ആനന്ദം നിങ്ങൾക്ക് ഉള്ളത്. क्योंकि यीशु आया इसलिए आज वो आनंद उറപ്പാ. तुम्हारे में है. ये सच है. കണ്ണുനീരും കൈയുമായിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ
നിങ്ങൾ ജീവിച്ചേനേമായിരുന്നു. आंसू से पूरा जिंदगी भर तुम जीते थे. യേശു വന്നതുകൊണ്ടാ നിങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടായത്. यीशु के आने से तुम्हारे जीवन में ये आनंद അതുകൊണ്ടാ आया. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. इसीलिए तुम यहाँ बैठे हो. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കർത്താവിന് കൊടുക്ക്. तुम्हारे हाथ में जो भी है मसीह को दे दो. പെർഫ്യൂമും കാശും ഒന്നും അല്ല, परफ्यूम या पैसा नहीं, അതിലും വലുതാ നിങ്ങളുടെ സ്നേഹം. उससे भी बड़ा तुम्हारा प्रेम है. നിങ്ങൾ ദൈവത്തിന് കൊടുക്ക്. वो तुम परमेश्वर को दो. കൊടുക്കാൻ പഠിക്ക്. देने के लिए सीखो. ശുശ്രൂഷ അതുമായിട്ടൊന്നും ബന്ധമില്ല. सेवकाई और उसमें कोई रिश्ता नहीं है. ശുശ്രൂഷയൊക്കെ വേറെയാ. सेवकाई अलग है. സ്നേഹത്തിന്റെ ഒരു പ്രദർശനം മാത്രമാ ശുശ്രൂഷ. प्रेम का केवल एक प्रदर्शन प्रकटीकरण है सेवकाई. അതിലൊക്കെ വലുതാണ് സ്നേഹം നേരിട്ട് ദൈവത്തോട് പ്രകടിപ്പിക്കുന്നത്. और उससे भी बहुत बड़ा है प्रेम सीधे परमेश्वर को देना. അത് നിങ്ങൾ പഠിക്കണം. और वो सीखना है. ആട്ടെ, കണ്ണുകളടച്ച് आंखों को बंद करें. ഈ പാട്ട് പാടാൻ പറ്റുന്നവർ മാത്രം ഒന്ന് പാടിക്കേ. ये गीत जो गा सकते हैं केवल वही गाए. എൻ ജീവനേ കാളും നീ വലിയതാ എനിക്ക്, എൻ ജീവനേ കാളും നീ ആരാധന 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 കർത്താവ് അന്ന് രാത്രി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, मसीह उस रात अपने चेलों से कहा, ഞാൻ പുതിയൊരു നിയമം मैं एक नया नियम നിങ്ങൾക്ക് തരുന്നു. तुम्हें देता हूं. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. तुम आपस में प्रेम करना. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ आपस में अगर तुम प्रेम करोगे, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് तुम मेरे चेले हो, ലോകം മുഴുവൻ അറിയും. ऐसे दुनिया भर में जाने जाओगे. സ്നേഹിക്കണം, प्रेम करना അത് പ്രധാനമാണ്. ये मुख्य है. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം മറക്കരുത്. पहले जो कहा उस आयत को नहीं भूलना. നമുക്ക് സ്നേഹിക്കാൻ അറിയാവുന്നവരൊന്നും അല്ല. हम प्रेम जानते हैं ऐसा नहीं है. ദൈവസ്നേഹം परमेश्वर का प्रेम പരിശുദ്ധാത്മാവിനാൽ पवित्र आत्मा के द्वारा നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. हमारे हृदयों में उंडेला गया. ആ സ്നേഹത്താൽ उस प्रेम से ആദ്യം നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. प्रथम हमें परमेश्वर को प्रेम करना है. അതിനകത്ത് നമ്മുടെ ഒരു ഭാഗമുണ്ട്. और उसमें हमारा एक पहलू है, നമ്മുടെ ഒരു എലമെന്റ് അതിനകത്തുണ്ട്. हमारा एक भाग उसमें है. ദൈവം അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. परमेश्वर उसका पहल करता है. പരിശുദ്ധാത്മാവിനാലാണ് അത് ആരംഭിക്കുന്നത്. पवित्र आत्मा से उसका आरंभ होता പക്ഷെ है. അതിനോട് ചേർന്ന് लेकिन उसके साथ जुड़कर നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. हम परमेश्वर से प्रेम करना. രണ്ട് മനുഷ്യരെ സ്നേഹിക്കണം. दूसरा मनुष्यों से प्रेम करना പറയാൻ എന്തെളുപ്പാ. कहना आसान है. പ്രിൻസിപ്പലിനോട് എനിക്ക് ഭയങ്കര സ്നേഹം. प्रिंस भाई से मैं बहुत प्रेम करता हूँ. നിങ്ങളൊക്കെ എന്റെ കൂട്ടുകാരാ. आप लोग सब मेरे मित्र हैं. അതൊന്നും അല്ലേ പറയുന്നത്. मैं ये नहीं कहता. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. तुम जो विचार करते हैं वो मेरा विचार नहीं അതൊന്നും है. അല്ല സ്നേഹം. वो प्रेम नहीं है. നമ്മൾ താഴോട്ടിറങ്ങി എല്ലാവരും തമ്മിൽ കണ്ട് വർത്താനമൊക്കെ പറയും. अब नीचे उतर कर सब आपस में मिलके बात करेंगे. അതൊന്നും അല്ല वो भी സ്നേഹം. प्रेम नहीं है. സ്നേഹമെന്ന് പറഞ്ഞാൽ प्रेम का मतलब, കേട്ടാട്ടെ, എല്ലാ തെറ്റും ക്ഷമിക്കുക. सुनिए, सारे गलती क्षमा करना. നമ്മോട് ചെയ്യുന്ന സകലതും ക്ഷമിക്കുന്നതിനാണ് സ്നേഹം എന്ന് പറയുന്നത്. जो भी हमारे विरोध में किया है वो सब क्षमा करना प्रेम है. ഇപ്പൊ ഇദ്ദേഹത്തെ സ്നേഹിക്കാൻ എന്ത് എളുപ്പാ. अब इनसे प्रेम करना कितना കാരണം आसान है. ഇദ്ദേഹം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. क्योंकि मेरे साथ कोई बुराई नहीं ഇദ്ദേഹം ഒരു किया, ദോഷം ചെയ്യണം, लेकिन एक बुराई करने दो, അപ്പൊ കാണാൻ സ്നേഹം. तब प्रेम दिखेगा. അതാ ബൈബിൾ പറയുന്ന और സ്നേഹം. ये बाइबल का प्रेम है. ദോഷം കണക്കിടുന്നില്ല, बुराई को नहीं देखता. തെറ്റ് ചെയ്യുന്നത് കണക്കിടാത്തത്. जो गलती करे उसका हिसाब नहीं എന്ത് लेता. തെറ്റ് ചെയ്താലും कोई भी गलती क्यों ना हो, സാരമില്ല कोई बात नहीं, എന്ന് പറയുന്ന ദൈവസ്നേഹം ऐसा कहना परमेश्वर का प्रेम है. അതുണ്ടാകണം. वो होना चाहिए. അത് അകത്ത് നമ്മുടെ ഉള്ളിൽ വരണം. ये हमारे अंदर आना है. അത് നമ്മുടെ ഉള്ളിൽ ഇല്ല. ये हमारे अंदर नहीं है. അത് ദൈവത്താൽ മാത്രം വരുന്ന. वो केवल परमेश्वर के माध्यम പക്ഷെ से आता ദൈവം है. ധാരാളമായി തരും. लेकिन परमेश्वर बहुतायत से देगा. തരുമ്പോൾ അത് ഉണ്ടാകണം. जब देगा तब होना है. അതിനോട് പ്രതികരിക്കണം. और उससे प्रतिक्रिया അത് करना है. എക്സസൈസ് ചെയ്യണം. और वो जीवन में लागू സ്നേഹം करना है. പ്രകടിപ്പിക്കണം. प्रेम प्रकट करना है. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. प्रेम बुराई का नहीं देखता. അക്കൗണ്ട് ബുക്ക് हिसाब का किताब ഉണ്ടോ ബ്രദറെ? है क्या? അക്കൗണ്ട് കണക്ക് പുസ്തകം ഇല്ലേ? പ്രിൻസിന്റെ ഉണ്ടോ? हिसाब का किताब है ना? അല്ല ബുക്കല്ല, ലാപ്ടോപ്പിലോ മൊബൈലിലോ ഒക്കെ ഉണ്ടോ?
लैपटॉप मोबाइल में वगैरह हिसाब रखते हो? കൊടുത്ത പൈസയുടെ കണക്ക്, जो पैसे दिया उसका हिसाब, കിട്ടാനുള്ള പൈസയുടെ जो കണക്ക്. मिलना है उसका हिसाब. ബുക്കൊന്നുമില്ല, മനസ്സിലല്ലേ അല്ല. किताब नहीं, ये सब मन में है അതിനകത്തെല്ലാം കുറിച്ചിട്ടിട്ടുണ്ടാവും. और उसमें सब कुछ लिख के रखा होगा. ദശാംശം വരെ കുറിച്ചിടുന്ന ആളുകളുണ്ട്. दशांश भी कितना देना है वो भी अंकित करते हैं. എന്ന പോലെ ഹൃദയത്തിൽ ഒരു പുസ്തകമുണ്ട്. ऐसा हृदय में एक किताब है, തെറ്റുകളെല്ലാം കുറിച്ചു വെക്കുന്ന ഒരു പുസ്തകം. सारी गलतियों को नोंद करने वाला. ബ്രദർ അന്നൊരു വാക്ക് പറഞ്ഞില്ലായിരുന്നു, भाई ने उस दिन एक बात बोला था ना, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. मुझे आज भी याद है. പേടിക്കണ്ട കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. ഈ സ്നേഹം വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. एक बार ये प्रेम हमारे अंदर आए ना, फिर ऐसा नहीं होगा. അങ്ങനത്തെ സ്നേഹം, वैसा प्रेम. സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുന്നു, प्रेम बहुत क्षमा करता है ദോഷം കണക്കിടുന്നില്ല, और बुराई का हिसाब नहीं रखता, doesn't keep account of wrong suffered, और कोई बुराई जिसको हमने मारा है उसका हिसाब नहीं रखता, ഓർത്തിരിക്കുന്നില്ല. वो याद नहीं रखता. അന്ന് പറഞ്ഞൊരു വാക്ക്, उस दिन तुमने जो कहा था, അന്ന് ചെയ്തൊരു പ്രവൃത്തി, तब जो काम किया था, അതിങ്ങനെ കിടക്കുക. वो इस तरह से पड़ा हुआ है. ശരിയല്ല, അതൊന്നും सही नहीं है, ശരിയല്ല, सही नहीं है, എങ്ങും എത്തത്തില്ല. कहीं नहीं पहुंचोगे. ഇവിടെ കിടന്ന് ഈ പാട്ട് പാടി നിൽക്കാന്നുള്ളതേ ഉള്ളൂ. यहाँ गीत गाकर यहाँ खड़े അന്ന് होंगे. പോണോന്നുണ്ടെങ്കിൽ अगर उधर जाना है, ദൈവത്തെ സ്നേഹിക്കണം, परमेश्वर से प्रेम करना, ബാക്കിയുള്ളവരെ സ്നേഹിക്കണം. बाकी लोगों से प्रेम ഇതൊക്കെ करना, പറയാൻ എളുപ്പാ, ये सब बोलना ഇത് आसान है, ജീവിതത്തിൽ ഉണ്ടാകണം. लेकिन ये जीवन में प्रायोगिक അതിനായി होना है. മീറ്റിംഗ് വെച്ചേക്കുന്നത്. इसीलिए ये संगति रखा है. അങ്ങനത്തെ സ്നേഹമുണ്ടോ? ऐसा प्रेम है क्या? ഒന്നും ഓർത്തു വെക്കാത്ത, कुछ याद न रखते हुए, അതൊന്നും ഒരു വിഷയമല്ലാത്ത, वो कोई भी मसला नहीं है, എന്ത് തെറ്റ് ചെയ്താലും कोई भी गलती करे എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമുണ്ടോ? वो सब क्षमा करने वाला प्रेम है क्या? ഉണ്ട്. है, അതിനെ വിളിക്കുന്ന പേരാ ദൈവസ്നേഹം. और उसका नाम है परमेश्वर का प्रेम. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ जब पवित्र आत्मा अंदर आता ഉണ്ടാകുന്ന है, ഫലം അതാണ്. और वो एक फल है. പരിശുദ്ധാത്മാവിന് ഒരു ഫലമേ ഉള്ളൂ, पवित्र आत्मा का एक ही फल है, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. और वो जो पवित्र आत्मा का അത് फल സ്നേഹമാണ്. प्रेम है. അത് വന്നു കഴിയുമ്പോ जब वो आएगा, ബാക്കി എഴുതിയിരിക്കുന്ന എല്ലാം വരും. बाकी लिखा हुआ सब कुछ आएगा. പരിശുദ്ധാത്മാവിന് പല ഫലങ്ങളൊന്നുമില്ല. पवित्र आत्मा को बहुत से फल नहीं है, ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് അല്ല, वो पवित्र आत्मा का फल नहीं है, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. पवित्र आत्मा का फल है. അതൊന്നേ ഉള്ളൂ, वो एक है, അത് സ്നേഹമാണ്. वो प्रेम है. അത് വന്നു കഴിയുമ്പോൾ एक बार वो आएगा, ഈ പറഞ്ഞ ഇന്ദ്രിയജയവും സൗമ്യതയും എല്ലാം വരും. अन्य बाकी सब कुछ उसके साथ आएगा. സ്നേഹം, प्रेम, അതെന്ത് സ്നേഹമാ? वो कैसा प्रेम? എല്ലാം ക്ഷമിക്കുന്ന, सब कुछ क्षमा करने वाला, ഒന്നും ഓർത്തു വെക്കാത്ത. जो कुछ याद नहीं रखता. ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി ഏതാ? यहाँ का सबसे छोटा बच्चा कौन सा है? തീരെ കുഞ്ഞു പിള്ളേരില്ലല്ലേ? എവിടെയുണ്ട്? എന്നാ പ്രായമുണ്ട് അതിന്? 2 വയസ്സോ? 2 വയസ്സൊന്നും ഒരു പ്രായം, അതൊക്കെ വലിയ പിള്ളേരാ. അല്ല കൊച്ചു ബേബീസ്, അല്ല 3 മാസം. നിങ്ങളെല്ലാം പ്രായമായി വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കുഞ്ഞ് ഇവരെയൊക്കെ വളർത്തിയാണല്ലോ. എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ ദേഹത്തൂടെ മൂത്രം ഒഴിക്കും. जब बच्चों को हम लेकर जाते हैं तो हो सकता है हमारे ऊपर सुसु करें. ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? सब याद है ना? അല്ലേ? വലുതാകുമ്പം അടി കൊടുക്കാൻ പാകത്തിന് बड़ा होंगे तो उसको मार्ग शिक्षा देना है. उसके ഓർക്കുന്നില്ലേ? प्रिंस भाई याद नहीं रखते? കണക്കില്ലേ എൻ്റെ? അന്ന് തുപ്പിയായിരുന്നു എൻ്റെ മേത്തൂടെ. उस दिन मेरे मुंह में थूका था. എന്നാ കണക്കില്ലാത്ത? क्यों हिसाब नहीं है? ഞാനൊന്ന് തുപ്പട്ടെ, मैं थूकू क्या? വിവരം അറിയും. അതുപോലെ ആവണം പ്രിൻസ്, वैसा होना है. അതുപോലെ ആവണം. പ്രിൻസ് എന്ന് വിളിക്കുന്ന ആ കൂടെ 2-3 പേരെ എനിക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ട് വിളിക്കുന്നതാണ്. प्रिंस बुला रहा हूँ क्योंकि 1-2 नाम ही मुझे पता है. ദൈവസ്നേഹം അതാ. परमेश्वर का प्रेम वो है. കർത്താവിൻ്റെ മുഖത്ത് परमेश्वर റോമൻ പടയാളികൾ തുപ്പി. परमेश्वर के यीशु मसीह के मुंह पे रोमन वो सोल्जर्स ने थूका. ഒന്നും കണക്കിടാത്ത സ്നേഹം. जो कुछ हिसाब नहीं रखता. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്ന് അറിയായകയാൽ ഇവരോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. पिता ये जो करते ये नहीं जानते, इसलिए इनसे क्षमा करना. प्रेम करने का मतलब क्षमा करना. doesn't keep account of wrong suffered. कोई भी बुरा जो हमने जाना है, उस सहा है, उसका हिसाब नहीं रखना. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണം. ऐसा बदलावट होना है. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ 100 രൂപ വാങ്ങിച്ച തന്നില്ല, എന്നാൽ ഞാനങ്ങ് വിട്ട് കളഞ്ഞു. छोटी छोटी विषय नहीं, मुझसे दूर धर्म लिया, 100 dirham दिया, वो वापस नहीं दिया, वो छोड़ दिया, ये नहीं, അതല്ല. वो नहीं. നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളഞ്ഞ ആളുകൾ, हमारे जीवन को जिसने नाश पहुंचाया, അതെല്ലാം മായ്ച്ചു കളയുന്ന, അക്കൗണ്ട് ബുക്കിൽ നിന്ന് മായ്ച്ചു കളയുന്ന സ്നേഹം. वो सब हमारे हिसाब के किताब से मिटा देने वाला प्रेम. അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന സ്നേഹം. उन्हें हृदय से प्रेम करके आलिंगन करने वाला प्रेम, അത് എളുപ്പമാണ്. ये आसान है. എളുപ്പമാണ്.
आसान है, എളുപ്പമാണ്. आसान है. അത് ദൈവം ചെയ്തു തരും. वो परमेश्वर करके देगा. അത് പ്രായോഗികമാണ്. वो व्यवहारिक है അങ്ങനെ വളരണം. और वैसा बढ़ना. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് मसीह ने अपने चेलों से कहा, പുതിയൊരു നിയമം ഇന്ന് മുതലുണ്ടാകണം. नया नियम आज से होना है. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. आपस में प्रेम करना. അത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ എളുപ്പമാണ്. यहाँ बैठे हुए लोगों आपस में प्रेम करना आसान है. എല്ലാരോടും സ്നേഹിക്കണമെന്നായി सब लोगों से प्रेम रखने को कहा है. ഇന്ന് അത്രയും മതി. आज उतना काफी है, ബാക്കി നാളെ പഠിക്കാം. बाकी कल सीखेंगे. കണ്ണ് അടച്ചാട്ടെ. आंखों को बंद करें. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം मित्र स्नेह എരിവാൻ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ. മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ. മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹ, ഇത്ര സ്നേഹ, मित्र स्नेह येरिवा. ഇത്ര സ്നേഹ, इत्र स्नेह, इत्र स्नेह येरिवा. മനുഷ്യരി ലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. प्रार्थना करेंगे, आंखों को बंद करें. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, हमारे स्वर्गीय पिता, ക്രിസ്തുവിൻ്റെ എല്ലാ നിറവിനോളവും ഞങ്ങൾ നിറഞ്ഞു വരുവാൻ मसीह की सारी भरपूरी तक हम परिपूर्ण होने के लिए, കർത്താവേ, ഞങ്ങളുടെ തീമിൽ ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം मसीह हमारे विषय में जो भी हम पढ़ते हैं അത് പ്രായോഗികമാകുവാൻ, वो हमारे जीवन में व्यवहारिक होने के അത് लिए, തിയറിയായിട്ട് മാത്രമല്ല കർത്താവ്, वो केवल उपदेश के तौर पर नहीं, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ആകുവാൻ, लेकिन हमारे जीवन में व्यवहारिक होने के लिए, ക്രിസ്തുവിൻ്റെ എല്ലാ നിറവോളം ഞങ്ങൾ നിറഞ്ഞു വരുവാൻ मसीह के तमाम प्रेम से भरते हुए आने के लिए, പരിശുദ്ധാത്മാവേ पवित्र आत्मा ഞങ്ങളെ സഹായിക്കണം. हमारी मदद कर. എല്ലാവരെയും സ്നേഹിപ്പാൻ, सब लोगों को प्रेम करने के लिए എല്ലാറ്റിലും അധികമായിട്ട് കർത്താവിനെ സ്നേഹിപ്പാൻ और सबसे अधिक यीशु मसीह को प्रेम करने के लिए ഞങ്ങളെ പഠിപ്പിക്കണമേ. हमें सिखाना. അങ്ങയുടെ സ്നേഹത്താൽ നിറഞ്ഞ് आपका प्रेम से भरकर ഞങ്ങളുടെ നല്ല സാക്ഷികളായി തീരുവാൻ आपकी अच्छी गवाह बनने के लिए കർത്താവ് ഞങ്ങളെ സഹായിക്കണം. मसीह हमारी सहायता कर. ക്രിസ്തുവിന്റെ സ്നേഹം यीशु का प्रेम ഞങ്ങളെ നിർബന്ധിക്കുന്നു. हमें विवश करता है. അങ്ങനെ എല്ലാവരും ആയിത്തീരുവാൻ ऐसे सब लोग बनने के लिए കർത്താവ് സഹായിക്കണം. मसीह सहायता करना. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. आप ऐसा करेंगे उसके लिए धन्यवाद. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ यीशु मसीह के नाम से मांगते हैं. आमीन. आमीन.